ഭരണകേന്ദ്രങ്ങളെ നിരന്തരം പിടിച്ചുകുലുക്കിയ VS എന്ന സമരജീവിതത്തിന് വിട നൽകി തലസ്ഥാന നഗരം. ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയത് VSന്റെ നിത്യസഖ്യകക്ഷിയായ സാധാരണ മനുഷ്യർ. വിലാപയാത്ര ഇനി പുന്നപ്രവേല രക്തസാക്ഷികളുടെ സ്മൃതി കുടീരത്തിലേക്ക്. VSന്റെ വിപ്ലവ വീര്യം പോലെ ആളിക്കത്തുന്ന അഗ്നിനാളങ്ങൾ നാളെ ആ വലിയ കമ്മ്യൂണിസ്റ്റിനെ ഏറ്റുവാങ്ങും. VS എന്നാൽ ശരി എന്ന പര്യായമായി മാറിയ കേരളം അതിന് സാക്ഷിയാകും. VS ബാക്കി വയ്ക്കുന്നത് എന്താണ്? സ്പെഷ്യൽ എഡിഷൻ എടുത്ത 1.5 മണിക്കൂർ VSനെ വിലയിരുത്തുകയാണ്. നമുക്കൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരായ KC ഉമേഷ് ബാബു, NP ചെക്കുട്ടി, NM പിയേഴ്സൺ, NV ബാലകൃഷ്ണൻ എന്നിവരാണ്. 8 മണിയോടെ CP ജോണും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ KC ഉമേഷ് ബാബു, VS എന്ത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പിൻവാങ്ങുന്നത്? VS അനീതികളെ ചെറുക്കുന്നില്ലെങ്കിൽ ഒരു ജനത ഇപ്പോഴെങ്ങനെയാണോ അത് കടന്നു പോകുന്നത് അതേ അനീതികളിലൂടെയും ഒരു പക്ഷേ ഭരണകൂട നിരുത്തരവാദിത്തങ്ങളിലൂടെയും കടന്നു പോകും എന്ന ഓർമ്മയാണ് VS നൽകി പിൻവാങ്ങുന്നത്. കാരണം ഇപ്പോഴ് ഞാൻ ഇന്നലെ VS ഇല്ലാതായതിനു ശേഷം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് VS 2019 ഈ തൻ്റെ നിത്യമൗനത്തിലേക്ക് രോഗത്തിലേക്കും അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതാണ്. സ്ട്രോക്ക് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തെയാണ് ഗുരുതരമായി ബാധിച്ചത്. അതിനെ തുടർന്നിട്ട് അദ്ദേഹം നിശബ്ദതയിലേക്ക് പിൻവാങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതിനകത്തൊരു യുക്തിയില്ല. പക്ഷേ നമ്മൾ ചിലപ്പോഴും ചിന്തിച്ചു പോകും സാഹചര്യങ്ങളുടെ പുറത്ത്. അങ്ങനെയാണെങ്കിൽ VS അങ്ങനെ 2019 പൊതുജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴ് ശ്രീ പിണറായി വിജയന്റെ ഈ സർക്കാർ ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം. കാരണം അത്രമേൽ അനീതികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ കടന്നുപോയത്. VS മൗനത്തിലേക്ക് പോയതിനു ശേഷമാണ് ഈ കള്ളക്കടത്ത് കേസുകളുടെ, സ്വർണം കളത്തിന്റെ, ഡോളർ കടത്തിന്റെ ഇത്തരം സംഭ്രമജനകമായ കഥകളും വാസ്തവങ്ങളും, അത് വാസ്തവമാണെന്ന് വിചാരിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വന്ന കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ കള്ളക്കടത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം അതിൽ എന്തെങ്കിലും വാസ്തവമുള്ളതായിട്ട് അതാണ്. കാരണം ഇന്ത്യയിലെ ആഭ്യന്തര ഭരണത്തിന്റെ തലവനാണല്ലോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പൊ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരം തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ എന്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി തന്നെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ്. അത് ED ഇത്രയും രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഒരു പ്രസ്താവനയിൽ ഒതുക്കുമ്പോൾ ഒരർത്ഥത്തിൽ ആ ആരോപണങ്ങളുടെ വിശ്വാസ്യത തന്നെയല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ അന്തരീക്ഷത്തിലുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും. ഇതിനകത്തൊക്കെ ചില വാസ്തവങ്ങളുണ്ട്. കാരണം ഈ സംഘപരിവാരവും അത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പേ തന്നെ ഞാൻ പലതവണ മറ്റു ചാനലുകളിലൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിയമനങ്ങൾ അതെങ്ങനെയാണ് സാക്ഷാൽ പിണറായി വിജയന്റെ തന്നെ കാർമ്മികത്വത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയിലെ 2ാം സ്ഥാനക്കാരനും കേന്ദ്ര ഭരണത്തിന്റെ വിശ്വസ്തനും ഒരു കാലത്ത് CPM ഒന്നടങ്കം കൊലയാളി എന്ന് വിളിച്ച എങ്ങനെയാണ് കേരളത്തിന്റെ DGP പദവിയിൽ അവരോധിക്കപ്പെട്ടത് എന്നതിന്റെ രാഷ്ട്രീയം. ഇപ്പൊ ഏറ്റവും ഒടുവില് ഈ പറയുന്ന ഗവർണർ വരുമ്പോൾ ഗവർണർ മാത്രമല്ല വന്നത്, ഗവർണർ ഒരു ഭാരതാംബയും ഒരു ഭൂപടവുമായിട്ടാണ് വന്നത്. അതിനോട് രാജിയായി പരസ്പരം ഷാളുകൾ അണിയിച്ചിട്ടൊക്കെ എങ്ങനെയാണ് ഗവർണറുമായിട്ട് ഒത്തുതീർപ്പിലെത്തുന്നത്, ഇതിന്റെ അസംതൃപ്തിയൊക്കെ എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാന്റെ ലേഖനവും മറ്റുമായിട്ട് പുറത്തു എന്നതിൻ്റെ ഒക്കെ വിചിത്രമായ കാഴ്ചയുണ്ട്. ഈ കാഴ്ചയുടെ മധ്യത്തിൽ VS ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകളിലെ രാഷ്ട്രീയ ജീവിതവും പൊതുജീവിതത്തിലെ നിലപാടും അറിയുമ്പോൾ അദ്ദേഹത്തിനോട് രാജിയാവാൻ ഒരു സാധ്യതയില്ല. കാരണം നമുക്ക് VSനെ കുറിച്ച് പലതരം വിമർശനങ്ങൾ ആളുകൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഉറുപ്പിയുടെ അഴിമതി നടത്തിയ ഒരാളാണെന്നുള്ള ഒരു ആരോപണം പോലും ഒരിക്കലും ഉയർന്നു വന്നിട്ടില്ല. കാരണം അദ്ദേഹം നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകനായിരുന്നു. പഴയ 40കളിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകതയായിരുന്ന നിസ്വാർത്ഥത അവസാന നിമിഷം വരെ അനേക പദവികളുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ അദ്ദേഹം മതികെട്ടാനിൽ പോയത്. അദ്ദേഹം നടത്തിയ ഈ പറയുന്ന സ്തംഭിപ്പിക്കുന്ന കേരളീയ സമൂഹത്തെ, കാരണം ഇപ്പൊ ഞാനും വേണുവും കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, ഇതിന്റെ ഒക്കെ നടുവിലുണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ അന്നും സംസാരിക്കുന്നുണ്ടല്ലോ വേണം.
അക്കാലത്തും നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്. അന്ന് മിക്കവാറും VS-ന്റെ നിലപാടുകൾ വലിയ തോതിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു വേണു എന്ന് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അന്നും കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. VS എല്ലാ സ്ഥാപിത താല്പര്യങ്ങളെയും പ്രമാണി വർഗം എന്ന് വിളിച്ചിട്ട് കടന്നാക്രമിക്കാൻ VS-ന് കരുത്തുണ്ടായത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഈ പറയുന്ന അഴിമതി പോയിട്ട് അതിന്റെ നിഴലിൽ പോയിട്ട് ഒരു പ്രമാണിയായിട്ടും അദ്ദേഹത്തിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതാണ് കാരണം. ഇന്നിപ്പോഴും ആരോ ഒരാള് CPM-കാരിയായ ഒരാള് സൂര്യനെല്ലി പെൺകുട്ടിയെ കാണാൻ പോയിട്ട് കുറച്ച് പണം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ അത് വാങ്ങാൻ ആ വീട്ടുകാർ മടിച്ചപ്പോ VS പറഞ്ഞ കാര്യം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു മുത്തശ്ശൻ പെൻഷൻ കിട്ടിയ പണത്തിൽ നിന്ന് സ്വരൂപിച്ച് വെച്ചതാണ് മോൾക്ക് തരാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയാൻ ആർജവമുള്ള ഏത് രാഷ്ട്രീയ നേതാവുണ്ട് നമ്മുടെ നടുവിൽ ഇപ്പോൾ കേരളത്തിൽ? ആളുകളൊക്കെ പണം കൊടുക്കുന്നുണ്ടാവും. ഇത് എന്റെ പെൻഷൻ കാശാണെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കാൻ തൻ്റെ ഇടമുള്ള എത്ര പേരുണ്ട് കേരളത്തില്? അപ്പൊ അതുകൊണ്ട് അല്ലെ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഒരുപക്ഷെ VS സക്രിയമായിട്ട് നമ്മുടെ നടുവിലുണ്ടായിരുന്നെങ്കിൽ പിണറായിയുടെ ഭരണം പോലും നിലവിലുണ്ടാകുന്നില്ല എന്ന് കരുതാനാണ് ഞാൻ ന്യായങ്ങൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പരിണാമം അങ്ങനെയാണ്. കാരണം VS-നെ നോക്കൂ, നമ്മൾ VS-ന് 2 ഘട്ടങ്ങളുണ്ട്. VS-ന്റെ രാഷ്ട്രീയ ജീവിതം എടുത്താൽ അത് ഒരു ഘട്ടം 1996 തെരഞ്ഞെടുപ്പിൽ അവസാനിച്ചതാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 96 VS 91-96 പ്രതിപക്ഷ നേതാവാണ് VS. പക്ഷെ 96 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് VS. പാലാരിക്കുളത്ത് അദ്ദേഹം തോൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത്. അന്ന് VS-നെ തോൽപ്പിച്ച കോൺഗ്രസ്സുകാരനായ ഫ്രാൻസിസ് വക്കീൽ ഇപ്പൊ കുറെ ആഴ്ചകൾക്ക് മുമ്പിലാണ് അദ്ദേഹവും ഈ കാലയവനിക്കുള്ളിൽ മറഞ്ഞത്. അദ്ദേഹത്തിന് പോലും അവിശ്വസനീയമായിരുന്നു ആ ജയം. VS-നെ അങ്ങനെ വെട്ടി വീഴ്ത്തി. പക്ഷെ ഈ 96 എനിക്ക് മനസ്സിലായിട്ടുള്ള VS അന്ന് മനസ്സിൽ നിന്ന് ഈ CPM എന്ന് പറയുന്ന സംഘടനയെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെയുള്ള VS ഒരു സംഘടനയെ CPM എന്ന് പറയുന്ന, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പക്ഷേ പഴയ സോവിയറ്റോടൊന്നൊക്കെ പടർത്തിയ സോവിയറ്റ് വാർപ്പ് മാതൃകയാണല്ലോ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഘടന നിശ്ചയിച്ചത്. ഈ വാർപ്പ് മാതൃക എന്ന് പറഞ്ഞാൽ ലെനിനിസ്റ്റ് ആണെന്നാ പറയാ. എന്നാൽ വാസ്തവത്തിൽ മുകളിൽ നിന്ന് താഴോട്ട് കെട്ടിപ്പടുക്കപ്പെടുകയും സംഘടനയാണ് പരമപ്രധാനം എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു നിലയിലാണ് ഈ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുകയും തകരുകയും ചെയ്തത്. ഇത് ഇന്ന് ഹിന്ദു പത്രത്തിൽ ലേഖനത്തിൽ ആ ഒരു ലേഖനം വിമതത്വത്തെക്കുറിച്ചുള്ള ലേഖനമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ലേഖനം എഴുതിയൊരു പ്രൊഫസർ എന്ന് റോസ ലക്സംബർഗിനെ ഉദ്ധരിക്കുന്നുണ്ട്. ആ ലേഖനത്തിന്റെ നടുവിൽ അത് ഹന്ന ആരന്റിനെ ഉദ്ധരിക്കുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധരായ ഭൂമിയിൽ ഇതുവരെ പുറന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള 2 വിമതന്മാരെയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. എനിക്കത് വായിച്ചിട്ട് വലിയ സന്തോഷമായി. കാരണം VS ഇല്ലാത്തൊരു ദിവസം ചരിത്രത്തിലെ വലിയ വിമതന്മാരെ വെച്ചിട്ട് ഒരു ലേഖനം വായിക്കാൻ കഴിയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പൊ 96 VS ഈ സംഘടന എന്ന് പറയുന്ന കാര്യത്തെ അങ്ങ് കളയുകയും മനസ്സിൽ നിന്ന് കളയുകയും ഒറ്റക്കാവാൻ തീരുമാനിക്കുകയും ജനങ്ങളെ മാത്രം വിശ്വസിക്കുകയും ചെയ്യുന്നൊരു സ്ഥലത്തേക്ക് വരുന്നു. ശരി. പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിയാൽ ഈ ഒരു ഉള്ളടക്കം VS കാണാം. കാരണം 2019 നിശബ്ദനാകുന്നത് വരെ VS മലയാളികളോടാണ് സംസാരിച്ചുകൊണ്ട്. ശരി, ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ മറ്റ് പ്രതികരണങ്ങൾ കൂടി തേടിയതിനു ശേഷം ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഇപ്പോ കുറച്ച് കടന്നുപോയി എന്ന് വേണമെങ്കിൽ ആദ്യം കേൾക്കുമ്പോൾ തോന്നാവുന്ന ഒരു പരാമർശം ശ്രീ ഉമേഷ് ബാബു നടത്തുകയുണ്ടായി. VS വളരെ സജീവമായിരുന്നു ഇപ്പോഴും രാഷ്ട്രീയത്തിൽ പൊതു രംഗത്ത് എങ്കിൽ പിണറായിയുടെ സർക്കാർ ഉണ്ടാകുമായിരുന്നോ എന്ന്. പക്ഷേ അതൊരു അതിശയോക്തിയല്ല. കാരണം അങ്ങേക്കും അറിയുന്നത് പോലെ നായനാർ സർക്കാരിൻ്റെ കാലത്തന്ന് VS ഇടതുമുന്നണി കൺവീനറാണ്. താരതമ്യേന ഒരു ശക്തമായൊരു പദവി എന്നൊന്നും പറയാൻ കഴിയാത്ത ഒന്നാണ് അല്ലേ? ആ ഘട്ടത്തിൽ ഈ മുല്ലപ്പെരിയാർ വിഷയം ശക്തമായി ഉന്നയിക്കുക, അതിൽ ബേബി ജോണ് പ്രതിക്കൂട്ടിലാകുന്നൊരു സാഹചര്യം വരിക, RSP അതിനോട് കലഹിക്കുന്ന സാഹചര്യം വരിക. പക്ഷെ അവിടെ അവസാനിപ്പിക്കുകയല്ല VS ചെയ്യുന്നത്. VS ആ സ്ഥലത്ത് പോകുന്നു, എന്തൊക്കെയാണോ ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് അത് ശരിയെന്ന് സ്ഥാപിക്കുന്നു. അങ്ങനെ ആ സർക്കാർ വലിയ പ്രതിരോധത്തിലേക്കും ഓഡിറ്റിങ്ങിലേക്കും പോയൊരു ഘട്ടമുണ്ട്. അതുകൊണ്ട് 2019 മുതലുള്ള നിശബ്ദത ആർക്ക് കിട്ടിയ ആനുകൂല്യമാണ് എന്ന ഓർമ്മ കൂടി വെച്ചുകൊണ്ടാണോ VS വിടവാങ്ങുന്നത്? അല്ല, ഉമേഷ് പറഞ്ഞതിലൊരു കാര്യമുണ്ട്. VS സാധാരണ നിലയിൽ അദ്ദേഹത്തിന് ഉയരുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒച്ചു ഓർപ്പിക്കാനിടയില്ലാതിരുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി, 5-6 വർഷങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2ാം ഭരണം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, നിരാശാജനകവും മാത്രമല്ല, ഒരു മലയാളി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാക്കിയ ഒരു സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട്
കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ VS അദ്ദേഹത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിലും തയ്യാറാവും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഒരു മഹാമൗനത്തിലേക്ക് വഴുതി വീണു. അതുകൊണ്ട് VS അതിനോട് കോംപ്രമൈസ് ചെയ്യും എന്ന് ഒരിക്കലും എനിക്ക് ബോധ്യപ്പെടാനായില്ല. പക്ഷെ മാത്രമല്ല, വേറെയും പല കാര്യങ്ങളുണ്ട്. VSൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ എല്ലാ കാലത്തും ഈ തരത്തിലൊരു ശക്തമായ പൊസിഷൻ അദ്ദേഹം എടുത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് 64-ൽ ഇറങ്ങിപ്പോകാൻ ധൈര്യം കാണിച്ച 32 അംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അത് ചെറിയൊരു സംഗതിയല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വൈകാരികമായ ബന്ധങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ താൻ നൽകിയ അസാധാരണമായ സംഭാവനകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, പാർട്ടിക്ക് വേണ്ടി നൽകിയ ത്യാഗങ്ങളുടെ ഓർമ്മകൾ, ഒളിവിലും തെളിവിലുള്ള ജീവിതത്തിൻ്റെ ഓർമ്മകൾ, പാർട്ടി എന്ന് പറയുന്നത് ജീവൻ തന്നെ നിമിഷങ്ങളെക്കുറിച്ച് ഓർമ്മകൾ, ആ ഒരു വൈകാരികമായ അസാധാരണമായ ബന്ധങ്ങളുള്ളൊരു പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി സന്ദർഭങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. എത്ര ആളുകളുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ VS ഇപ്പോൾ സമീപകാലത്ത് 80-കൾ മുതൽ നോക്കിയാൽ പോലും MVR അടക്കമുള്ള ആളുകൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്. EMSനോട് പോലും ചില സന്ദർഭങ്ങൾ അദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുണ്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയ എന്താ പറയുക സമരങ്ങളിലും സംഘർഷങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഇതൊക്കെ മെയിനായിട്ട് നമുക്ക് കാണുന്നത് നിലപാടുകളിലുള്ള അടിയുറച്ച ഒരു നിലപാടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കേരളീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളുടെ ഇടതുപക്ഷ രാഷ്ട്രീയ പാരമ്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ മുഴുവൻ തുരങ്കം വയ്ക്കുന്ന ഈ നിയോ ലിബറൽ പൊളിറ്റിക്കൽ കൾച്ചറിനോട് ഒരു കാരണവശാലും VS യോജിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. നിർഭാഗ്യവശാൽ ആ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല എന്നത് മാത്രമാണ് ഇപ്പോഴുള്ള സംഗതി. വേറൊന്നുകൂടി ഉണ്ട്. വേറൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ ആഗ്രഹിച്ചത്, ഇപ്പം ആ നിയോ ലിബറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ ഗുണഭോക്താക്കളുടെ ആളുകളാണ് VSനോട് പറഞ്ഞത്, നിങ്ങൾ പിന്നെ പാർട്ടി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞാൽ ബക്കറ്റിലെ തിരപോലെയായി പോകുമെന്ന് പറയുന്നു. അപ്പോൾ ബക്കറ്റിലെ തിരപോലെയാണോ ഈ VSൻ്റെ ഈ കൂടെ നിൽക്കുന്ന അനുയായികൾ, ഈ മഹാജനങ്ങൾ എന്നുള്ളത് അദ്ദേഹം കൂടി ആലോചിക്കണം. ഈ പറഞ്ഞ ആൾ ആലോചിക്കേണ്ടതാണ്. ബക്കറ്റിലെ തിലമാരയാണോ കാണുന്നത്, ഒരു മഹാസാഗരത്തിൻ്റെ ഗർജനമാണോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അവരാലോചിക്കണം. ശരി, എനിക്ക് NVയിലേക്കും NM പിയേഴ്സണിലേക്കും വരണം. അതിന് മുൻപായി ഇപ്പോൾ കഴക്കൂട്ടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ വലിയ ആൾക്കൂട്ടമാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ 2 മണിക്കാണ് ദർബാർ ഹാളിൽ നിന്നുള്ള വിലാപയാത്ര തുടങ്ങിയത് എങ്കിലും 5 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ പിന്നിടുമ്പോഴും കഷ്ടി 13 കിലോമീറ്ററൊക്കെയാണ് ആ വാഹനം കടന്നു പോകാൻ ആ വാഹനത്തിന് കഴിഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പാതയുടെ ഓരങ്ങളിൽ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ഈ രാത്രിയിലും സ്ത്രീകളടക്കമുള്ള വലിയൊരു ജനാവലിയാണ് അവിടെ VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നത്. കഴക്കൂട്ടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി അല്പസമയത്തിനകം അവിടെ ഒന്ന് നമ്മുടെ റിപ്പോർട്ടർ ചേരും. അദ്ദേഹം പുതിയ വിവരങ്ങൾ തേടുന്നതിന് മുൻപായിട്ട് ഞാൻ NVയിലേക്കൊന്ന് പോവുകയാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇവിടെ ഉമേഷ് ബാബു പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, അതായത് ഈ പറയുന്ന മാരാരിക്കുളം തോൽവിക്ക് ശേഷം അദ്ദേഹം പാർട്ടിയെ വിട്ടു എന്ന്, ഒരു പരിധിവരെ അത് ശരിയായിരിക്കുമ്പോഴും അങ്ങേക്കറിയുന്നത് പോലെ അതിനുശേഷമാണ് പാലക്കാട് സമ്മേളനത്തിലെ വെട്ടുനിരത്തിൽ അടക്കം വരുന്നത്. കൂടുതൽ കരുത്തുറ്റ് മുന്നോട്ട് പോകുന്നത് VS. പിന്നെ സ്വാഭാവികമായും ഈ പറയുന്ന ചടയൻ്റെ മരണം, പിന്നെ പിണറായി വരുന്നു, പിന്നെ അത് പുതിയ ധ്രുവീകരണങ്ങൾക്ക് വഴിവെക്കുന്നു. മലപ്പുറത്തേക്ക് എത്തുമ്പോൾ അത് രക്തം ചിന്തുന്ന തരത്തിലാകുന്നു ആ വിഭാഗീയത. പക്ഷേ ഈ ഒരു വലിയ ചുവടുമാറ്റത്തിലേക്ക്, വലിയ പുനരാലോചനകളിലേക്ക് VSനെ മാരാരിക്കുളം തോൽവി പ്രേരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പാർട്ടിയെ വിട്ടു അവിടെ മുതൽ എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ? മിസ്റ്റർ VS പാർട്ടിയെ വിട്ടു എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ VSനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന് പറയുന്നത് വിമോചനത്തിനുള്ള ഒരു ഉപകരണമാണ്. അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒന്നിനോട് ക്ഷമിക്കണം, ഞാൻ വേഗം വരാം. ഇപ്പോൾ സെയ്ഫ് കഴക്കൂട്ടത്ത് നിന്ന് ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. സെയ്ഫ്, കഴക്കൂട്ടത്ത് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ എന്താണ്? നാം നേരത്തെ പിന്നിട്ട സ്ഥലങ്ങളെക്കാൾ കൂടുതൽ വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ട് എന്നാണോ? അതെ, നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ജനക്കൂട്ടമുള്ളത് ഇപ്പോൾ കഴക്കൂട്ടം ജംഗ്ഷനിലാണ്. വേണു, വലിയ ജനസഞ്ചയം കാണാൻ ഉണ്ട്. ഒരു ടെക്കി പ്രദേശമാണത്. ഈ ടെക്നോ പാർക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന യുവാക്കളടക്കമാണ് VSനെ അവസാനമായി കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലത്തിന്റെ മുകളിൽ വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്. VSനെ അവസാനമായി കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജംഗ്ഷനിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ തിരക്കിനിടയിൽ കൂടി ആ മൃതദേഹം കടത്തിക്കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ വിലാപയാത്ര കടന്നു വരാൻ വേണ്ടി ഒരു 15 മിനിറ്റോളം സമയമെടുക്കും. അത്രയും വലിയ ജനക്കൂട്ടമാണ് നമുക്ക് കഴക്കൂട്ടത്ത് കാണാൻ കഴിയുന്നത്. വേണം.
ശരി, സൈഫ് ആണ് വിവരങ്ങൾ നൽകിയത്. കഴക്കൂട്ടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഇതുവരെ കണ്ടതിൽ നിന്നും വലിയ ജനാവലിയാണ് VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ വിലാപയാത്രയുടെ ഒരു സ്വഭാവം കാണുമ്പോൾ രാത്രി എത്ര വൈകിയാലും വലിയ ജനക്കൂട്ടം ഇനി മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകും. VS-നെ കാണാൻ അവർ കാത്തു നിൽക്കുകയാണ് എന്നാണ് കരുതേണ്ടത്. അങ്ങനെയെങ്കിൽ നിശ്ചയിച്ച സമയമെല്ലാം കടന്നുകൊണ്ടാകും ഈ വിലാപയാത്രാ വാഹനം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആലപ്പുഴയിൽ എത്താനിട. ചർച്ചയിലേക്ക് തിരികെ എത്താം. ശ്രീ NV അങ്ങേക്ക് തുടരാം സർ. ഞാൻ പറയാൻ ശ്രമിച്ചത് VS-ന്റെ വിമോചന സങ്കല്പത്തിൽ പാർട്ടിക്ക് അപ്പുറത്തുള്ള മറ്റൊരു സംവിധാനത്തിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതായി അദ്ദേഹമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും അതുപോലെ തന്നെ രാഷ്ട്രീയ ബന്ധവും ഒക്കെ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴിയാണ് തൊഴിലാളി വർഗ വിപ്ലവങ്ങൾ നടക്കുക. അങ്ങനെ വിപ്ലവം നടന്ന് ലോകത്തിലെ സാധാരണ മനുഷ്യന് വിമോചനം ഉണ്ടാവും എന്നൊക്കെ സങ്കല്പിക്കുന്ന ഒരു ലെനിനിസ്റ്റ് പാർട്ടി സംവിധാനത്തെ ആ നിലയിൽ തന്നെ അംഗീകരിച്ച് പോകുന്നൊരു നിലയാണ് VS-ന് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നമ്മൾ പരിശോധിച്ചാൽ അതിനുശേഷം വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം നമുക്ക് പരിശോധിച്ചാൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പിന്നെ എന്താണ് ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നതിൽ നിന്ന് അത് വലിയ തോതിൽ അകന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങേയറ്റത്തെ അതോറിറ്റേറിയൻ നിലപാടുകളിലേക്ക്, കേന്ദ്രീകൃതമായ ജനാധിപത്യത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളിലേക്ക്, മനുഷ്യർക്കെതിരായിട്ടുള്ള സാധാരണ മനുഷ്യർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ ലോകത്തിൽ എല്ലായിടത്തും ഈ പാർട്ടി പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻബോൺ അതിൻ്റെ ജന്മത്തിൽ തന്നെ ഈ തരത്തിലുള്ള പോരായ്മകൾ ആ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. അത് തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് യാതൊരു സംശയമൊന്നുമില്ല. ചരിത്ര വികാസത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണ ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. മുതലാളിത്തത്തെ മനസ്സിലാക്കുന്നതിന് മാർക്സിസം പോലെ പര്യാപ്തമായ മറ്റൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു പാർട്ടി സംവിധാനം, സംഘടനാ സംവിധാനം സ്വാഭാവികമായും അധികാര കേന്ദ്രീകരണത്തിലേക്കും അതുവഴി അഴിമതിയിലേക്കും മറ്റ് വൃത്തികേടിലേക്കും ഒക്കെ കടന്നു പോകുന്ന എന്നത് സ്വാഭാവികമാണ് എന്ന് തിരിച്ചറിയേണ്ട ഒരു നിലയിലേക്ക് ഒരുപക്ഷെ ലോകത്തൊരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിയിട്ടില്ല. കേരളത്തിലായാലും ഇന്ത്യയിലും അത് സംഭവിച്ചിട്ടില്ല. അത് ആ ഒരു പരിമിതിക്കുള്ളിൽ നിൽക്കുന്നു എന്നതാണ് VS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു വന്ന് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു ചോദിച്ചാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ പ്രശ്നത്തെ വളരെ ഗൗരവമായ ചർച്ച ചെയ്യേണ്ട, ലോകത്തിലാകെ ചർച്ച ചെയ്യേണ്ട, ഉദാഹരണത്തിന് നമ്മളാരെങ്കിലും ചർച്ച ചെയ്തതിനപ്പുറത്തോട്ട് VS ഇതുപോലുള്ള പ്രശ്നങ്ങളെ ഗൗരവമായി എടുത്ത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ വലിയ മാറ്റത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അത് പെട്ടെന്ന് മാറ്റം ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ അതൊരു ഒരു കാര്യമുണ്ട്. ഇനി അപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് VS എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, VS ഈ നമ്മളിപ്പോൾ സാധാരണ കേരളത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ആധുനിക കേരളത്തെ നിർമ്മിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് VMS ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. EMSന്റെ പങ്കൊന്നും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ VS-ന്റെ പങ്കിനെ നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കാര്യമായി സംശയമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിലെ ഒരുപാട് സംഭവങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വെട്ടിനിരത്തൽ സമരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ VS-നെ ആക്ഷേപിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിലെ കേരളത്തിൻ്റെ മനോഭാവം എന്താ? ആ കാലത്തെ കേരളത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് നെൽവയലുകൾ നികത്തുക എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, അതിലൊരു പോരായ്മയുമില്ല. നെൽവയൽ നികത്തിയിട്ട് അത് ഇങ്ങനെ എന്താണ് മറ്റു തരത്തിലുള്ള നാണ്യവിളകളുടെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ആക്കി ലാഭം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ധരിക്കുന്ന ഒരു കാലത്താണ് താൻ ഏതൊരു വർഗത്തിൻ്റെ കൂടെയാണ് നിന്നത് ആ തൊഴിലാളി വർഗത്തെ, കർഷക തൊഴിലാളി വിഭാഗത്തെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് നെൽവയൽ ഈ പറയുന്ന കുട്ടനാട്ടിലെ വയലുകളിൽ കൂട്ടിയിട്ടുള്ള കൂനകളെല്ലാം കൊത്തി മാറ്റിയിട്ട് അവിടെ തൈ വെക്കാൻ സമ്മതിക്കില്ല, തെങ്ങ് വെക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ സമരം നടത്തുന്നത്. അന്ന് നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വിളിപ്പേരുണ്ട്. ഞാനതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പം അതുപോലുള്ള കുറേ സംഭവങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ എത്രയെങ്കിലും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ തുടർന്ന് നമ്മൾ കൂട്ടി ഇന്നത്തെ വരെ കേരളം വരെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ കേരളീയ സമൂഹത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ള നേതാവ് തന്നെയാണ് VS അച്യുതാനന്ദൻ. കാര്യത്തിൽ സംശയമില്ല. ശരി, ശ്രീ NM പിയേഴ്സണും ചേരുന്നുണ്ട്. ശ്രീ പിയേഴ്സൺ, ശ്രീ ഉമേഷ് ബാബു ഈ ചർച്ച തുടങ്ങി വെക്കുമ്പോൾ മുന്നോട്ട് വെച്ച രണ്ട് കാര്യങ്ങൾ അങ്ങും കേട്ട് കാണുമല്ലോ. ഇവിടെ ഇപ്പോൾ ഈ VS ഉണ്ടായിരുന്നുവെങ്കിൽ പിണറായിയെ തിരുത്തുമായിരുന്നു എന്നാണ് സാധാരണ അർത്ഥത്തിൽ ശ്രീ ഉമേഷ് ബാബു എന്താണോ ഉദ്ദേശിക്കുന്നതെന്നതിൽ നിന്ന് മനസ്സിലാവുക. അപ്പോൾ VS ഇല്ല എങ്കിൽ തിരുത്തപ്പെടാതിരിക്കുന്ന ഒരാൾ, അങ്ങനെയാണോ പിണറായി എന്ന കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ VS അച്യുതാനന്ദൻ ഈ പറയുന്ന ആലപ്പുഴ സമ്മേളനവും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒട്ടും സജീവമല്ലാത്ത ഘട്ടത്തിലേക്ക് മാറി. അതിനുശേഷം പിന്നെയും പാർട്ടി മുന്നോട്ട് പോകുന്നു, വീണ്ടും സമ്മേളനങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിലത്തെ സമ്മേളനം കഴിയുമ്പോൾ വളരെ അഭിമാനത്തോടെ MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത് എന്താണെന്ന് അങ്ങേക്കറിയാം. വിഭാഗീയത പൂർണ്ണമായും ഇല്ല എന്നാണ് പറയുന്നത്. കരുനാഗപ്പള്ളിയിൽ എവിടെയോ ഒരു ഇത്തിരി,
അതും പ്രാദേശിക വിഭാഗീയത. അതൊരു പുതിയ പ്രയോഗമായി പോലും ആ സമ്മേളനകാലത്ത് നാം കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ VS എന്നതൊരു വിഭാഗീയതയായിരുന്നു. VS ഇല്ലാതെ മാറിയപ്പോഴേക്കും വിഭാഗീയതകളില്ലാതെയായി. അപ്പോൾ അതുകൊണ്ട് തിരുത്തപ്പെടേണ്ടതല്ല, ശരിയുടെ ഭാഗത്തുള്ളതാണ് ഈ പാർട്ടി നയിക്കുന്ന ഭരണ സംവിധാനം എന്ന ഏകാഖ്യാനത്തിലേക്ക് ഇത് പോയത് എങ്ങനെയാണ്? അല്ല, എനിക്ക് മുന്നേ സംസാരിച്ച എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് ചർച്ചയിൽ തുടരാൻ കഴിയുള്ളൂ. കാരണം അതൊക്കെ ഓരോരോ കോണുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. VS ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത സ്വാഭാവികമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷെ അത് സാധ്യമല്ല എന്നുള്ള കാര്യം ഉമേഷ് ബാബു തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. അതിൻ്റെ അകത്തൊന്നും യുക്തിയില്ല എന്നുള്ള അദ്ദേഹം വളരെ വ്യക്തമാക്കിയ കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടി ശരി മാത്രമാണ് എന്ന് പറയുന്ന, നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, ഒരു കമ്മ്യൂണിസ്റ്റിനും മനസ്സിലാക്കാൻ പറ്റാത്ത, ഒരു യുക്തിയുള്ള മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റാത്ത വർത്തമാനങ്ങളാണ് നമ്മളുടെ പുതിയ സെക്രട്ടറി അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ മാത്രമല്ല, ആ പാർട്ടിയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സംഭാഷണമാണ് വളരെ ഗുരുതരമായ രീതിയിലേക്ക് ഈ പാർട്ടിയുടെ ജീർണതയെ പ്രകടമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി. കാരണം നേരത്തെ ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അത് ശരിയല്ല എന്ന് വലിയ വലിയ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മാവോ പറഞ്ഞിട്ടുണ്ട്, ഗ്രാംഷി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ തിരുത്താൻ ശ്രമിച്ചിട്ടുള്ള, ഒരു കാരണവശാലും സഹിക്കവയ്യാതെ എന്ന സമയത്താണ് മാവോ പറഞ്ഞത് പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബിട്ട് തകർക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നത് എത്ര കാലങ്ങൾക്ക് മുമ്പാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടും ഒരു സംവിധാനം അതിനകത്തുണ്ട്. അത് അൾട്രാ സെൻട്രലിസത്തേക്ക് പാർട്ടിയെ കൊണ്ടുപോവുകയും പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നതാണ് എല്ലാം എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ചെയ്യുന്ന സംവിധാനം. അത് നമ്മൾ ലെനിന്റെ കാലം മുതൽ എങ്ങനെയാണ് സ്റ്റാലിന് കുറെ കൂടി വസ്തുതവൽക്കരിച്ച് നമ്മളെ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ തകർക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ മാവോ അദ്ദേഹത്തിന്റെ വാചകത്തിലൂടെയും അതുപോലെ ഗ്രാംഷി. പക്ഷെ ഇവർക്ക് ആർക്കും എങ്ങനെയാണ് ഈ സെൻട്രലിസത്തെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ്. ആർക്കും കഴിഞ്ഞിട്ടില്ല. VS നും അത് കാണിച്ചു തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ VS ഒരു കാര്യം നമ്മളെ കാണിച്ചു തന്നു. അത് ഇങ്ങനെയുള്ള ഈ ലെനിസ്റ്റ് സംഘടനാ സംവിധാനത്തിന് അകത്ത് നിന്നുകൊണ്ട് അതിനെങ്ങനെയാണ് ഹാമറിനടിച്ച് പൊളിക്കുക എന്നുള്ളത് നമ്മളെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും VSന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വിമതത്വം. ആ വിമതത്വത്തെ വിധേയത്വം കൊണ്ട് തന്നെ ഈ പാർട്ടി സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കാനുള്ള പ്രവർത്തനക്ഷമത എന്താണ് എന്ന് കാണിച്ചു തന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് VS ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടത്. VS അതിനകത്ത് നിന്ന് തന്നെ തിരുത്തുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും തിരുത്താനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നിശബ്ദമായ 19 ശേഷമുള്ള കാലങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം തിരുത്തപ്പെടും. പക്ഷേ ശ്രീ പിയേഴ്സൺ, അങ്ങേക്ക് ഓർമ്മയുള്ളതുപോലെ ഇപ്പോ സെക്രട്ടറിയാണ് പാർട്ടി എന്ന രൂപത്തിൽ ദക്ഷിണാമൂർത്തിയുടെ ലേഖനം ദേശാഭിമാനിയിൽ വരുന്നു. അത് കഴിയുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്നു VS അച്യുതാനന്ദൻ കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് ആ വിവാദമായ ഡാങ്കെ പരാമർശമൊക്കെ വീണ്ടും വരുന്നത്. തൊട്ടു പിന്നാലെ ഭയജഗതനാകുന്നു ദക്ഷിണാമൂർത്തി. കോഴിക്കോടോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണെന്ന് പിണറായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളെ പെട്ടെന്ന് കാണുകയാണ്. എന്നിട്ട് പറയുകയാണ് ഒരു അസാധാരണ സാഹചര്യം, സംഘടനാ സംവിധാനം വെല്ലുവിളി നേരിടുന്നുവെന്ന്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണല്ലോ പിണറായി. അന്ന് ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ വലിയ കലഹങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായതാണ്. അങ്ങനെ പാർട്ടി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി അല്ല എന്ന രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണത്. VS പുറത്തു നിന്നിട്ടല്ല ഇതൊന്നും ചെയ്തത്. VS അതിനകത്ത് നിന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ജൈവഘടന ആ പാർട്ടിക്കുണ്ട്. അതെല്ലാം കഴിഞ്ഞിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സമ്മേളനകാലം കഴിയുമ്പോൾ നാം കാണുന്നത് എന്താണ്? പാർട്ടി സെക്രട്ടറി തന്നെയില്ല, പാർട്ടിയുമില്ല. ആകെയുള്ളത് ഭരണവും ഒരു മുഖ്യമന്ത്രിയും. പാർട്ടി സമ്മേളനങ്ങളിൽ സെക്രട്ടറിയേക്കാൾ അപ്രമാദിത്വത്തോടെ കാര്യങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി തന്നെ. അപ്പോൾ പിണറായിയുടെ അനുസരിച്ചാണ് നിയമങ്ങൾ. പിണറായി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടി എന്നത് സെക്രട്ടറി, പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പാർട്ടിയുമില്ല സെക്രട്ടറിയുമില്ല. ഇത് VS മാത്രം ഓർമ്മിപ്പിക്കേണ്ട ഒന്നാണോ? അല്ല, VS മാത്രം ഓർമ്മിപ്പിക്കേണ്ടതല്ല. പാർട്ടിയിൽ
VS-നെ പോലെയുള്ള കേഡർമാരുണ്ടാകാത്തതിന്റെ ഫലമായിട്ടാണ് അത് ഓർമ്മിപ്പിക്കാനായിട്ട് മറ്റൊരാൾ ഇല്ലാതെ പോയത്. ഈ ഉൾപാർട്ടി സമരം എന്നതും അതേപോലെ തന്നെ ഉൾപാർട്ടി ജനാധിപത്യം എന്നതും ഈ കൺസെപ്റ്റിനകത്ത് കിടക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരിക, പ്രയോഗവൽക്കരിക്കുക എന്ന് പറയുന്നത് അസാധ്യമാക്കി തീർക്കുന്നത് പിണറായി വിജയനൊപ്പം ഉള്ളതായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒക്കെ തന്നെ പിണറായി എന്ന് പറയുന്ന അഭൂതപൂർവമായിട്ടുള്ള അധികാരത്തിന്റെ കീഴിൽ അടിമപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച ദുരന്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റിനും അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും ഉയർന്ന ബോഡി എന്ന് വിശേഷിപ്പിക്കുന്ന പോളിറ്റ് ബ്യൂറോനും കേന്ദ്ര കമ്മിറ്റിക്കും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇടപെടാനായിട്ടുള്ള ഒരുപാട് സ്പേസുകളുണ്ട്. ആ സ്പേസുകളിൽ എന്തുകൊണ്ട് അവർ ഇടപെട്ടില്ല? പക്ഷേ ചുരുക്കി പറയണമെന്നിട്ട് എനിക്ക് ശ്രീ CP യോടും ഈ ചർച്ചയുടെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പോൾ വേഗം ഒരു മറുപടി. അങ്ങനെ ഒരു നിസ്സഹായത PB പുലർത്തിയത് ഈ പിണറായി വന്നതിന് ശേഷം മാത്രമാണോ? പിണറായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം മാത്രമാണോ? ഇതേ സാഹചര്യം തന്നെയാണ് ബംഗാളിലും അപ്രമാദിത്വത്തോടെ ബുദ്ധദേവ് പ്രവർത്തിച്ച ഘട്ടത്തിൽ PBക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അങ്ങേക്കറിയുന്നത് പോലെ എത്ര PB യോഗങ്ങളാണ് ബുദ്ധദേവ് മനഃപൂർവ്വം പോകാതെ കൽക്കത്തയിൽ തന്നെ തുടർന്നിട്ടുള്ളത്, അല്ലേ? ശരിയാണ്. അങ്ങനെ വെല്ലുവിളിക്കാനായിട്ട് ഈ സംസ്ഥാനങ്ങൾക്ക് കഴിയുന്നത് കേന്ദ്രത്തെക്കാൾ ശക്തി തങ്ങൾക്കാണ് എന്നുള്ള മൂഢമായിട്ടുള്ള വിശ്വാസത്തിന്റെ പേരിലും അതേപോലെ തന്നെ പാർട്ടിയല്ല വലുത് തങ്ങളാണ് വലുത് എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിന്റെ പേരിലുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ ഇവരെല്ലാം ബലിയഴിക്കുകയാണ് ചെയ്തത്. അതിനെല്ലാം ഇവർ തച്ചുടച്ച് തകർക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവരാണ് പ്രമാണികൾ. അത് ബുദ്ധദേവ് വളരെ, എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് പിണറായി വിജയന് നേരെ ഉയർത്തുന്നതായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. എങ്കിൽ പോലും അദ്ദേഹം PBയോട് കാണിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായ നിഷേധാത്മകതയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ PB അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നതിനെ ഇവരെ നിയന്ത്രിക്കാനായിട്ടുള്ള അധികാരമുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അത് ലോപിച്ചു പോയി എന്നുള്ളതാണ് പ്രശ്നം. അതും ഒരു പ്രശ്നമാണ്. നമ്മൾ ശരിയാണ്. പക്ഷെ അവിടെ ബംഗാളിൽ ബുദ്ധദേവന്റെ കാലത്തായാലും ഇപ്പോൾ പിണറായിയുടെ കാലത്തായാലും തെളിഞ്ഞു കാണുന്ന ഒരു കാര്യം, ഭരണ തുടർച്ചയിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിമാർക്ക് അപ്രമാദിത്വം കിട്ടുകയും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പോലും നിസ്സഹായമായി നിൽക്കുന്നതുമാണ് കാണുന്നത്. ശ്രീ CP ജോണും ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീ CP ജോൺ, ഇപ്പോൾ ഈ VS വിടവാങ്ങുമ്പോൾ UDFന്റെ ബുദ്ധിശാലകൾ പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ എടുക്കുന്ന ഒരു ആഖ്യാനമുണ്ട്, അവസാന കമ്മ്യൂണിസ്റ്റ് ഇല്ലാതെയാകുന്നു എന്ന്. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രവും ഇറങ്ങുന്നത് അവസാനത്തെ ഈ കമ്മ്യൂണിസ്റ്റ് കനൽ എന്ന രൂപത്തിലാണ്. അപ്പോൾ VS മാത്രമായിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, പിണറായി അല്ല, ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാരല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല എന്ന ഒരാഖ്യാനം, അത് VSന്റെ അഭാവത്തിലൂടെ സ്വയം പ്രസക്തി നേടാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണോ? ഞാൻ ആ തന്ത്രത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതുകൊണ്ട് എനിക്കത് ഓൺ ചെയ്യേണ്ട കാര്യമോ ഡിസോൺ ചെയ്യേണ്ട കാര്യമോ ഇല്ല. കാരണം ഞാനൊരു ചെറുതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ ചാപ്പയൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് 86-ൽ ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വായുവിൽ നിന്ന് സൃഷ്ടിക്കുന്ന സമയത്ത് ഉത്തരഖണ്ഡ മൈതാനിയിൽ MVR പ്രസംഗിക്കുമ്പോൾ ഞാനാണ് അധ്യക്ഷനായിരുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീല് ചാപ്പ അതാരെയും ഏൽപ്പിച്ചിട്ടില്ല. EMSനെ ഏൽപ്പിച്ചിട്ടില്ല, VSനെ ഏൽപ്പിച്ചിട്ടില്ല, ആരെയും ഏൽപ്പിച്ചിട്ടില്ല. നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം നടത്താൻ നമ്മുടെ മനസ്സാണ് വേണ്ടത്. അതിന് സംഘടന ഉണ്ടാക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പിണറായി കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയുന്നിടത്ത് എത്തുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഇതോടുകൂടി അസ്തമിച്ചു എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയവാദമാണ്. അതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതിന് മറുപടി പറയേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഞാനിപ്പോൾ നടക്കുന്ന ചർച്ച ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് VSനെ എങ്ങനെയാണ് ചരിത്രം ഓർക്കുക, VSനെ എങ്ങനെയാണ് ചരിത്രം ഓർക്കേണ്ടത്, ഇതാണ് ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യേണ്ട കാര്യമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതിൽ VSന്റെ ചരിത്രത്തിലേക്ക്, ജീവിതത്തിലേക്ക് 100 വർഷം നീണ്ട ചരിത്രമാണ്. അതിൽ 1, 2, 3 വർഷമായിട്ടുള്ള അദ്ദേഹം സജീവമായി പ്രവർത്തനരംഗത്ത് മാറിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു 80 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ആദ്യം തുടങ്ങുന്നത് കോളനി വാഴ്ചക്കാലത്താണ്. അല്ലെങ്കിൽ ഇവിടെ ബ്രിട്ടീഷുകാർക്ക്
സന്ധി ചെയ്ത ഒരു രാജഭരണമാണ് ഞാൻ ഇടപെടുന്നതുകൊണ്ട് നമ്മളിപ്പോ ഇന്നിപ്പോ എല്ലാ മാധ്യമങ്ങളും ആ വിശദമായ ജീവിതരേഖയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് അങ്ങയോട്. ഇവിടെ ഇപ്പോൾ ഈ പിണറായിയുടെ അപ്രമാദിത്വം ദീർഘകാലമായി കാണുകയാണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയെ അടക്കി ഭരിച്ചു. അദ്ദേഹത്തിന് എന്തായാലും ആഭിമുഖ്യമില്ലായിരുന്നെങ്കിലും ഒരു സർക്കാരിനെയും അദ്ദേഹം വിദൂരമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രി ഒഴിച്ച് ബാക്കിയുള്ളവരെ എല്ലാം അദ്ദേഹത്തിൻ്റെ താല്പര്യക്കാരെ തന്നെ നിലനിർത്തിക്കൊണ്ട്. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന ഘട്ടത്തിൽ ഭരണത്തിലും അതുപോലെ തന്നെ പാർട്ടിയിലും അപ്രമാദിത്വത്തോടെ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. പക്ഷേ ഈ പാർട്ടിയുടെ വിവിധ ചരിത്രഘട്ടങ്ങൾ നോക്കുകയാണ് എങ്കിൽ സ്ഥായിയായ ശാക്തിക ചേരികൾ അങ്ങനെ തന്നെ നിലയുറപ്പിച്ചിട്ടില്ല. ചേരിമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരർത്ഥത്തിൽ പാർട്ടിയിലെ അധികാര സമവാക്യങ്ങളെ മാറ്റാൻ സഹായകമായിട്ടും ഉണ്ട്. ഇങ്ങനെ ഒരു അപ്രമാദി സ്ഥിരപ്രതിഷ്ഠ നേടുന്ന ഒരു അവസ്ഥ ഇതിനു മുൻപ് അങ്ങനെ കാണാൻ കഴിയുന്നതല്ല. ശ്രീ സി പി ജോൺ, ഇപ്പോൾ ഈ ബദൽ രേഖ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയ കാലം, പുത്തരിക്കണ്ടത്ത് നിങ്ങളൊരു വായുവിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയ കാലം, അന്ന് ഏറ്റവും സ്വീകാര്യനായ നേതാവാണ് എം വി ആറിനെ അന്ന് പുറത്താക്കുന്നതിൽ ശക്തമായൊരു നിലപാടെടുത്തയാളാണ് വി എസ്. അതിൽ വി എസിന് ശക്തി പകർന്നൊരു നിലപാട് EMS എടുക്കുകയുണ്ടായി. CITU പക്ഷം അതിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് EK ദുർബലനാകുന്നു, കൂടുതൽ കരുത്തുറ്റയാളാകുന്നു വി എസ്. പിന്നെ മറ്റൊരു ഘട്ടത്തിൽ വി എസും CITU ചേരിയും എതിർപാളയങ്ങളിലാകുന്നു. വി എസ് വെട്ടിനിരത്തുന്നു. തിരിച്ച് കോഴിക്കോട് സമ്മേളനത്തിൽ, അതിനു മുൻപ് വെട്ടിനിരത്തലിന് മുമ്പ് കോഴിക്കോട് സമ്മേളനത്തിൽ നായനാർ 2 മറ്റോ വോട്ടുകൾക്ക് ജയിക്കുന്ന രൂപത്തിൽ CITUവിൻ്റെ ചേരിമാറ്റം വരുന്നു. പാലക്കാട് അത് വെട്ടിനിരത്തലിലൂടെ അതിന് പകരം വിട്ടുന്നു വി എസ്. ADBയുടെ ഘട്ടം വരുമ്പോൾ വീണ്ടും ഈ പറയുന്ന CITU പക്ഷം വി എസിന് അനുകൂലമായ നിലപാടെടുക്കുന്നു. 4ാം ലോക സിദ്ധാന്തം വരുമ്പോൾ വി എസിന് അനുകൂലമായ നിലപാട് ഈ CITU പക്ഷം എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള ശാക്തിക ചേരികളിലെ ഏറ്റിറക്കങ്ങളുടെ ഓരോരോ ഘട്ടങ്ങളായി നാം എടുക്കുകയാണ് എങ്കിൽ ഈ പിണറായി കരുത്തനായതിനു ശേഷം പല ശാക്തിക ചേരിമാറ്റവും ഉണ്ടാകുമെന്നൊക്കെ നാം കരുതിയ സന്ദർഭങ്ങളുണ്ട്. കോടിയേരി വരുമ്പോൾ PBയിലേക്ക് മറ്റൊരു അധികാര കേന്ദ്രം വരുന്നു, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ ഇതാ പുതിയൊരു അധികാര കേന്ദ്രം കൂടെ വരുന്നു. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ അത്തരം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നുമല്ല നമ്മുടെ മുന്നിൽ പിന്നീട് നാം കണ്ട യാഥാർത്ഥ്യം. അതെന്തുകൊണ്ടാകാം? അത് ഒരു ഉൾപാർട്ടി വിഷയമാണ്. അതിനകത്തുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ CPMനകത്ത് 85 ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സംഘർഷത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിലല്ല സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ താങ്കൾ വിട്ടുപോയതാണ് ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഗൗരിയമ്മ ഉയർത്തിയ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പേരിലല്ല പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷെ പിന്നീട് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം പിന്നെ ഗൗരിയമ്മ കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ഒരു രാഷ്ട്രീയ പ്രശ്നവും CPM അതിനകത്ത് സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. എല്ലാവരും ഒരേ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത്, ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ അവശേഷിക്കുന്നത് എന്താണ്? അധികാര തർക്കം മാത്രമാണ്. ആരുടെ കയ്യിലാണ് അപ്പരറ്റസിൻ്റെ താക്കോൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ താക്കോൽ ആരാണ് വഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച അധികാരത്തിൻ്റെ വടംവലികളാണ് വിഭാഗീയതയിലേക്ക് നയിച്ചത്. ആ വിഭാഗീയതയ്ക്ക് ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് ആ വിഭാഗീയതയുടെ വക്താക്കൾ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള തർക്കങ്ങളെ ഒരു പാർട്ടിക്കകത്ത് നടക്കുന്ന സംഘടനാ ഗ്രൂപ്പ് വഴക്കുകളെന്നോ, അല്ലെങ്കിൽ CPMൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിഭാഗീയ സംഘർഷങ്ങളോ എന്നോ പറഞ്ഞ് നമുക്ക് ചരിത്രത്തിന് മാറ്റി നിർത്താവുന്നതാണ്. രാഷ്ട്രീയ ചരിത്രത്തിന് അതിൽ താല്പര്യമില്ല. അതിലൊരു ജേർണലിസ്റ്റിക് ഇൻട്രസ്റ്റിനപ്പുറത്തേക്ക് ആരെവിടെ നിന്നു, ആരെങ്ങോട്ട് പോയി, ആരാണ് സെക്രട്ടറി ആയത്, ആരാണ് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ നേതൃത്വം ഏറ്റെടുത്തത് എന്നുള്ളതിനൊന്നും രാഷ്ട്രീയ പ്രാധാന്യവുമില്ല, ചരിത്ര പ്രാധാന്യവുമില്ല. അവശേഷിക്കുന്ന നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഇന്ന് എന്തുകൊണ്ട് CPMനകത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്ന ഇതാണ് ചർച്ചാ വിഷയമെങ്കിൽ പറയാനുള്ള കാര്യം, ഇന്ന് CPM അതീവ ദുർബലമാണ്. CPMനകത്ത് ഒരു വലിയ സംഘർഷം നടത്താനുള്ള ആരോഗ്യമൊന്നുമില്ല. ഒരു സർജറി നടത്താൻ രോഗിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ആ രോഗിയെ സർജറിക്ക് വിധേയമാക്കാത്തതുപോലെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM വളരെ 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 ചെറുതായി. ഉദാഹരണത്തിന് ത്രിപുരയിൽ സംസ്ഥാന സമ്മേളനത്തിന് പ്രകടനം നടത്താൻ പോലും ഭയമായതുകൊണ്ട് അവർ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഒരു ഹാളിലേക്ക് ചുരുക്കി. കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് 10-13 സീറ്റ് അവിടെ ജയിച്ചു.
കോൺഗ്രസുമായി ചേർന്നിട്ടും താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ബംഗാളിൽ ഒരു സീറ്റും CPM-ന് ഇല്ല. ഇന്ത്യയിൽ എവിടെയും ഒരു സീറ്റും ഇല്ല പാർലമെൻറ്റിൽ. ഉള്ളത് രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ സഹായത്തോടെ ജയിച്ച സംസ്ഥാന സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ DMK മുന്നണിയിൽ ജയിച്ച 2 ആളാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് CPM അതീവ ദുർബലമായി പിന്മാറുന്ന ഒരു ഘട്ടത്തിൽ അതിനകത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊന്നും ഉള്ള ആരോഗ്യം CPM-നില്ല. അപ്പോൾ അതുകൊണ്ട് പിണറായി പറയാതെ പറയുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ചില സമയത്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതല്ലെങ്കിൽ കേരളം ബംഗാളാവും. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് കേരളം ബംഗാളാക്കും എന്നാണ്. അന്നത്തെ മുദ്രാവാക്യം അതാണ്, ബംഗാൾ മോഡൽ ഞങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. പക്ഷേ ഇന്ന് പറയുന്നത് ഒരു ആശങ്കയോടുകൂടി എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചാൽ ഇതൊക്കെ ബംഗാളാവും അല്ലെങ്കിൽ ത്രിപുരയാവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഡിപ്പെൻഡ് ഓൺ മീ, എന്നെ ആശ്രയിക്കൂ, എന്നെ ആശ്രയിച്ചില്ലെങ്കിൽ അപ്പം കാണാം എന്ന ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ സംഘടനാ അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം CPM പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇപ്പോഴും MA ബേബി ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗത്തിന് പോകുന്നുണ്ട്. കോൺഗ്രസ്സിനെ ഇവിടുത്തെ ഫാസിസത്തിനെതിരായ സമരത്തിലുള്ള പങ്കിനെക്കുറിച്ച് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഇപ്പോഴും CPM-നില്ല. ആവശ്യത്തിന് കൂടാം അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയുള്ള അതിനവർ പറയുന്ന ഒരു ന്യായവുമുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമോ ഒരു മുന്നണി സംവിധാനമോ അല്ല എന്ന്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ KC ഉമേഷ് ബാബു, ഇവിടെ ഇപ്പോൾ ഈ പാർട്ടിയെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയ ശ്രീ ജോൺ അങ്ങയിലേക്ക് വരാം. പാർട്ടിയെ ശുദ്ധീകരിക്കുക അത് VS-ന്റെ ഭാവത്തിൽ നടക്കാതെ പോകുന്നു. പിണറായിയുടെ സർക്കാർ ഏതൊക്കെ തരത്തിൽ ഒരു വലതുപക്ഷ സർക്കാരിനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആദ്യമായി ഇത്തരം അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഘട്ടം വരുന്നു. കുടുംബവും അതിനകത്ത് വലിച്ചിഴക്കപ്പെടുന്നു. ഇതൊക്കെ നാം കണ്ടതാണ്. ഇതൊക്കെ പക്ഷേ ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്നു എന്നങ്ങ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ചില അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഐസ്ക്രീം പാർലർ കേസ്, അത് സ്വന്തം പാളയത്തിൽ ഒന്നും ഉണ്ടായ ഒന്നല്ല, UDF പാളയത്തിൽ ഉണ്ടായ ഒന്നാണ്. അതിനെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. അതിൻ്റെ കറ ഒരു വേള CPM-ഉം കൂടെ പങ്കിടുന്ന അവസ്ഥ വന്നതും അങ്ങേക്ക് ഓർമ്മയുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ചില നീക്കുപോക്കുകൾ ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നാം കാണുന്നു. പക്ഷെ അപ്പോഴൊക്കെ ശക്തമായ നിലപാടാണ് VS എടുത്തിട്ടുള്ളത്. VS അതിൽ എത്ര ശക്തമായ നിലപാടെടുത്തു എന്നത് പിന്നീട് ഈ AKG സെൻറ്ററിലെ മിനിറ്റ്സുകൾ പുറത്തു വന്നപ്പോൾ നാം എല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം എതിർപാളയത്തിനോട് നടത്തുമ്പോൾ അത് സ്വന്തം പാളയത്തിനോടുകൂടി വേണ്ടിവരുന്ന അവസ്ഥ. ഇനി അതിൻ്റെയൊക്കെ അന്തിമ ഫലമായി നാം കാണുന്നത് എന്താണ്? കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ളൊരു വലിയ യുദ്ധമായിരുന്നല്ലോ അത്. കുഞ്ഞാലിക്കുട്ടി നന്നായി, കുഞ്ഞാലിക്കുട്ടി ശുദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പല വീഴ്ചകളും അദ്ദേഹം സ്വയം ഏറ്റുപറയുന്ന നിലയുണ്ടായി. പരസ്യമായി തന്നെ പൊതുസമൂഹത്തോട് പറയുന്ന ഭാഗം നാം കേട്ടതുമാണ്. അപ്പോൾ ഇങ്ങനെ എതിർപാളയം ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ബാർക്കോഴ കേസ് വരുമ്പോഴും അതിശക്തമായ നിലപാടാണ് VS എടുക്കുന്നത്. അന്ന് വരെ നാം കേട്ടിട്ടില്ല ഒരു ലളിതകുമാരിയുടെ രാഷ്ട്രീയമായ സാധ്യത. ലളിതകുമാരി കേസിൽ ഇത്രയും രാഷ്ട്രീയ സാധ്യതയുണ്ട് എന്നത് VS ആണ് കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാണിക്ക് ശേഷം ആ വിഭാഗം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ എതിർപാളയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് പിന്നീട് ചില വിഭാഗങ്ങളെങ്കിലും വരുന്നു. പക്ഷെ ശുദ്ധീകരിക്കപ്പെടാതെ നിൽക്കുന്നു സ്വന്തം പാർട്ടിയും അതിന് നെടുനായകത്വം വഹിക്കുന്ന ഒരു നേതാവും. ഈ വിപരീതത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ചെറിയ തോതിലെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ് ഞാൻ 96 പരാജയത്തിന് ശേഷം VS പാർട്ടിയെ മനസ്സൊന്ന് വിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. SNDP യോഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് ശ്രീനാരായണ ഗുരു എഴുതി കൊടുത്ത വിളംബരത്തിൽ അദ്ദേഹം പറഞ്ഞത്, മുമ്പൊക്കെ മനസ്സിൽ നിന്ന് എന്നതുപോലെ ഇനി മുതൽ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നാം യോഗത്തെ വിട്ടിരിക്കുന്നു എന്നാണ്. ഇതേക്കാൾ കൃത്യമായിട്ട് ഒരു വാക്യം എഴുതാൻ പറ്റില്ല.
അപ്പോ മനസ്സിൽ നിന്ന് വിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. VS പാർട്ടിയായി 96 മനസ്സിൽ നിന്ന് വിട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം മാത്രമായിട്ടില്ല. ഇപ്പൊ 98 വെട്ടിനിരത്തലൊക്കെ നടന്നാൽ അതിനകത്ത് ആരൊക്കെയാണ് കാരണം VSന്റെ ഒരു വലിയ ദൗർബല്യമായിരുന്നത്. അവസാനം VSനെ 2016 VS രാഷ്ട്രീയമായിട്ട് തകരുന്നത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. 2016 തകർച്ചയിലേക്കൊക്കെ VSനെ തള്ളിവിട്ട ഒരു ചെറിയ കൂട്ടം പരമസ്വാർത്ഥികൾ എല്ലാ കാലത്തും VSന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അതിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയനാണ് ഉണ്ടായിരുന്നത്, സാക്ഷാത് പിണറായി വിജയൻ. അപ്പൊ അതുകൊണ്ട് 98 ഈ CIT വെട്ടിനിരത്തലിന്റെ കഥയൊക്കെ എനിക്കറിയാം, അതിന്റെ പിന്നിൽ നടന്ന നാടകങ്ങളൊക്കെ അറിയാം. പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, എനിക്ക് ഒരുപാട് തെളിവുണ്ട്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. 96 VS പാർട്ടിയെ മനസ്സിന് വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നായനാരുടെ മന്ത്രിസഭ നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ചുവല്ലോ, അദ്ദേഹം മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ എടുത്ത സ്റ്റാൻഡ്, അന്നത്തെ RSP മന്ത്രിക്കെതിരായിട്ട് എടുത്ത സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമാണ്, എനിക്കതിൽ സംശയമില്ല. പിന്നെ ഈ ചോദ്യത്തിലേക്ക് വന്നാൽ VS എന്താ ചെയ്തത്? VS ഈ ആഗോളീകരണത്തിന്റെയും ഉദാരീകരണത്തിന്റെയും അജണ്ടയിലേക്കാണ് CPM പോയത്, ബംഗാളിൽ പോയത്, ഇപ്പൊ കേരളത്തിൽ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ നടുവിൽ, ആഗോളീകരണത്തിന്റെ നടുവിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കരുതാവുന്ന പാർട്ടിയോ, ഇനി ഒരു ലവ് പാർട്ടി, അതാണ് ഒരു ലവ് പാർട്ടി എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഡെമോക്രാറ്റിക് ലെഫ്റ്റും ആവാം. ഞാനിപ്പോ ഇന്ന് രാവിലെ സംസാരിച്ച് പലരോട് പറഞ്ഞ ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മുതലാളിത്ത രാജ്യം അമേരിക്ക, അതിൽ ഏറ്റവും സമ്പന്നമായ നഗരം എന്ന് പറയുന്നത് ന്യൂയോർക്ക്. അതിന്റെ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന 30 ചില്ലാനും വയസ്സ് പ്രായമുള്ള ഒരു സോറാൻ മന്ദാരി എന്ന് പറയുന്ന ആള് കൊണ്ടുവരുന്ന പുതിയ അജണ്ടയുണ്ട്. ഈ അജണ്ട എന്താണ്? ഈ തീർച്ചയായിട്ടും കമ്മ്യൂണിസം ഒന്നുമല്ല, പക്ഷെ സോഷ്യലിസമാണ്. ബേർണി സാൻഡേഴ്സിന്റെ അദ്ദേഹം നന്നേ VS അച്യുതാനന്ദനെ പോലെ തന്നെ പ്രായാധികമുള്ള ഒരാളാണ് സാൻഡേഴ്സിന് ശേഷം ഡെമോക്രാറ്റുകൾക്കിടയിൽ ഒരു സോഷ്യലിസ്റ്റും ഇല്ല എന്ന് കരുതിയെടുത്താണ് ഇടിത്തി പോലെ ഒരു സോറാൻ മാംദാനി, അദ്ദേഹത്തിന് വളരെ ചെറിയ വയസ്സേ ഉള്ളൂ, വരുന്നു. ഇതൊരു പ്രശ്നമാണ്. ഇതെന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഹൃദയാലുവായ ഒരു മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ വാസ്തവത്തിൽ ജനങ്ങളോട് അങ്ങേയറ്റത്തെ താല്പര്യമുള്ള ഒരാള്, ജനങ്ങളുടെ ഭാഗത്താണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന നിസ്വാർത്ഥനായ ഒരാളാണെങ്കിൽ, ഈ ആഗോളീകരണത്തിന്റെയും ഉദാരീകരണത്തിന്റെയും കാലത്ത് അജണ്ടകൾ മാറ്റാൻ നിർബന്ധിതമാകും. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ കാലത്തിന്റെ അജണ്ട VS അത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പരിസ്ഥിതിയുടെ മഹാപ്രശ്നം വരുന്നു. മൂലധന താല്പര്യങ്ങൾ വേഴ്സസ് പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. മൂലധനം എല്ലാറ്റിനും പ്ലണ്ടർ ചെയ്യാണ്. ഈ ആശയം കേരളീയ സാമൂഹ്യ ജീവിതത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് വെച്ച ഒരാളുണ്ടെങ്കിൽ അത് അച്യുതാനന്ദനാണ്. കേരളത്തിൽ പരിസ്ഥിതിവാദികൾ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ VS അത് ഏറ്റെടുത്തപ്പോഴാണ് അത് കേരളത്തിന്റെ ഒരു ശബ്ദമായി മാറുന്നത്. ഇത് തന്നെയാണ് സ്ത്രീ പ്രശ്നങ്ങളുടെ കാര്യം. ഇപ്പൊ സ്ത്രീകളുടെ മാനം കാക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകൾ എഴുതുന്നുണ്ട്. സ്ത്രീകളുടെ മാനമൊക്കെ സ്ത്രീകൾ കാത്തോളും, പക്ഷേ സ്ത്രീകളുടെ പുറത്ത് അന്യായമായി കൈവെക്കുന്ന ഒരുത്തനെയും വെറുതെ വിടില്ല എന്നൊരു പ്രഖ്യാപനം നാം കേട്ടത് VSന്റെ ഈ പറയുന്ന പ്രഖ്യാപനത്തിലൂടെയാണ്. അക്കാര്യത്തിൽ വലിയ ഒരു കാര്യം കൂടി ശ്രീ ഉമേഷ് ബാബു, ഈ പറയുന്ന കേരളത്തെ സംബന്ധിച്ച് അസാധാരണമായിരുന്നു ഈ പെൺവാണിഭം എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ഈ ഐസ്ക്രീം കേസൊക്കെ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അന്നൊക്കെ ഇത്രയും ശക്തമായി, ഇപ്പം അങ്ങ് പറയുന്നുണ്ടല്ലോ, സ്ത്രീയുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യം സ്ത്രീ തന്നെ നോക്കിക്കോളും, അതിനാരും ഏറ്റെടുപ്പുകാർ വേണ്ട എന്ന്. അതൊക്കെ ഇപ്പോൾ പറയാവുന്ന ഒരു പാകമായ സമൂഹമായി നാം മാറിയിട്ടുണ്ട്. പക്ഷേ VS ഈ സമരമൊക്കെ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അന്ന് തന്നെ VS എടുത്തൊരു സമീപനമുണ്ട്. പിന്നീടാണ് ഉന്നത നീതിപീഠം പോലും ആ ചുവടുമാറ്റത്തിലേക്ക് വരുന്നത്. ഇരേ പറയുന്നതാണ് ശരി, ഇരയുടെ ഭാഗം കേൾക്കലാണ് ശരി. അതൊരു വലിയ ചുവടുമാറ്റമായിരുന്നു. അതൊക്കെ ഉന്നത നീതിപീഠത്തിലേക്ക് വരെ എത്തുന്നത് വളരെ പിന്നീടായിരുന്നില്ലേ ശ്രീ ഉമേഷ് ബാബു? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ വിഷനില്ലേ, ഞാനിപ്പോ വേണുവിന്റെ പേര് പറയുന്നുണ്ട്, എനിക്ക് MB ബഷീറിന്റെ പേര്, എനിക്ക് കുറെ പത്രക്കാരുടെ കൂടിയായിട്ടൊരു ബന്ധമുണ്ട്. അവരൊക്കെ വളരെ ചെറുപ്പക്കാരായിരുന്ന ആളുകളാണ്. എനിക്കും ഇത്രയും പ്രായമില്ല കാലത്ത്. ഈ വെളിപ്പെടുത്തലൊക്കെ വരുന്ന ദിവസമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നും ഞാൻ ഈ ടെലിവിഷൻ ചാനൽ അധികമില്ല, അതിനകത്തുണ്ട്. അപ്പൊ അന്ന് ഈ കേരളത്തിലെ ഭൂകമ്പത്തിന് തീ കൊളുത്തിയ മാധ്യമപ്രവർത്തനത്തെ ആരാണ് കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിന് നടുവിൽ കേരളത്തിന്റെ നൈതികതയുടെ നെഞ്ചത്ത് കുത്തുന്ന ഒരു അസ്ത്രമായിട്ട് ഉന്നയിച്ച ഒരാൾ അച്യുതാനന്ദനാണ്. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ പറയുന്ന അതുപോലെ തന്നെ സമത്വ ആദർശം എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അവിടെയാണ് ഞാൻ ന്യൂയോർക്കിലെ ഡെമോക്രാറ്റ് മേയർ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുന്നത്. സമത്വം എന്ന് പറയുന്നത് വേണ്ട, അല്ലെങ്കിൽ സമത്വം എന്നുള്ളത് ഈ പ്രകൃതി വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നതിന് പതിറ്റാണ്ടുകൾ പ്രായമുള്ളപ്പോഴാണ് അച്യുതാനന്ദൻ സമത്വത്തിന്റെ പക്ഷമാണ് ശരി എന്നൊരു നിലപാടെടുത്തു വന്നത്. അദ്ദേഹം ഈ കാളുകളെ മുഴുവൻ പ്രമാണി വർഗം എന്നാണ് വിളിച്ചത്. പ്രമാണിമാർ, പഴയ ആലപ്പുഴക്കാരന്റെ ഭാഷയിൽ.
ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആഗോളീകരണത്തിന്റെ ഒരു വഴിയിലേക്ക് ഉദാരീകരണം, അത് മാത്രമല്ല, ഞാൻ ജോണിന്റെ അറിവിലേക്ക് ഒരു കാര്യം പറയാം. അത് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളും അധികം അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, അതോടെ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്ന കാര്യമാണ്. കോൺഗ്രസിനെ ഈ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനെ പിന്തുണക്കേണ്ടതുണ്ട് എന്നൊരു റെസൊല്യൂഷൻ CPM പാസ്സാക്കിയിട്ടില്ലെന്നാണല്ലോ പറയുന്നത്. CPM 2026 നമ്മളത് കാണാൻ പോവുക. CPM BJP ആയിട്ട് ചേരാൻ പോവുക. കാരണം ഞാൻ അറിഞ്ഞെടുത്തോളം അതിൻ്റെ അകത്തെ ചർച്ചകൾ, അതിൻ്റെ ഏറ്റവും ഉയർന്ന സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ ആരാ ജനറൽ സെക്രട്ടറി? MA ബേബിക്ക് ഈ പാർട്ടിയിൽ എന്താണ്, നമ്മൾ പറയല്ലോ ഹെജിമോണിക് ആയിട്ടുള്ള ഒരു പൊസിഷനുള്ള ഒരാളാണോ ബേബി? അല്ല. പിണറായി വിജയൻ പൊക്കി വെച്ചൊരു പാവയാണ്. കാരണം കേന്ദ്രത്തിലെ മുഴുവൻ നേതൃത്വത്തിന്റെയും ഒരു താല്പര്യം ഈ ഡോക്ടർ അശോക് ധാവള എന്ന് പറയുന്ന ആഗോളീകരണ വിരുദ്ധനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്നാണ്. അങ്ങനെ വന്നാൽ ഈ തന്റെ കേരള ഘടകത്തിന്റെയും നിലപാട് അസ്തിത്വം പ്രയാസത്തിലാകുന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ബേബി എന്ന് പറയുന്ന, അതാണ് ഒരു പാർട്ടിയിൽ ഒരു നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് പാർട്ടി സംഘടനകത്ത് ഒരു ഹെജിമോണിക്കായ പൊസിഷൻ ഉണ്ടാവണം. യെച്ചൂരിക്ക് അതുണ്ടായിരുന്നു. ഇപ്പൊ ഈ സെക്രട്ടറിക്ക് അതുള്ളതായിട്ട് ഇപ്പൊ സമ്മേളനം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് കുറെ കാലം ആയല്ലോ. നമ്മൾ കാണുന്നുണ്ടോ? ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. 2026 BJP-യുമായുള്ള ധാരണയിലേക്കാകും ഇടതുപക്ഷം പോവുക എന്ന്, ഭരണത്തിന്റെ അടുത്ത തുടർച്ചയ്ക്ക് വേണ്ടിയെന്ന്. അതിന്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഈ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന അനുനയ നീക്കങ്ങൾ, അത് BJP-യുടെ ഒരു പച്ചക്കൊടി അതിന് കിട്ടുക, ഇതൊക്കെ വളരെ സംശയാസ്പദമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു അടിത്തറയാണ് ഈഴവ് വോട്ടുകൾ എന്ന് പറയുന്നു. അത് BDJS-ലൂടെ BJP കവർന്ന് എടുത്തിരിക്കുന്നു. അപ്പോൾ അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അനുനയത്തോടെയുള്ളൊരു സമീപനം ഇപ്പോൾ വെള്ളാപ്പള്ളിയോട് പിണറായി പുലർത്തുന്നു എന്നതൊക്കെയാണ് ഈ അടുത്ത് വരുന്ന വിമർശനങ്ങൾ. അതിനെ സാധൂകരിക്കുന്നതാണ് BJP ഒന്നും മിണ്ടാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന രൂപത്തിൽ എടുക്കുന്ന ഒരു സമീപനവും. അത് നിലമ്പൂരിലും നാം കണ്ടതാണ്. പിന്നെ അങ്ങ് ആവർത്തിച്ച ഈ ന്യൂയോർക്കിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണ്. ഈ പിണറായിയുടെ യുക്തി വെച്ചിട്ടാണെങ്കിൽ ന്യൂയോർക്കിൽ ജൂതന്മാർക്ക് നല്ല ഭൂരിപക്ഷമുള്ളൊരു സ്ഥലമാണ് അവിടെ. അപ്പോൾ ആ ഭാഗത്തെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരാൾക്ക് സ്വീകാര്യത കിട്ടേണ്ടതല്ല. പക്ഷേ അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന ഈ പറയുന്ന ഭൂരിപക്ഷം എന്നുള്ളതല്ല, ന്യൂയോർക്കിൽ വലിയൊരു അമേരിക്കയിലെ മറ്റ് നഗരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള സ്ഥലം ന്യൂയോർക്കാണ്, ഒരു സംശയവുമില്ല. എന്ന് മാത്രവുമല്ല, ഇനിയിപ്പോൾ ഒരു ന്യൂനപക്ഷമാണെങ്കിൽ പോലും ശ്രീ CP ജോൺ അങ്ങേക്ക് അറിയുന്നത് പോലെ സയനിസ്റ്റ് ലോബി ആണ് സമാന്തരമായി അവിടെ ഒരു ഭരണകൂടം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതും യഥാർത്ഥ ഭരണകൂടത്തെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ഈ ശക്തമായ ജൂതവിരുദ്ധ നിലപാടുമായി അതിൻ്റെ ഭാഗമായി ട്രംപിനെ നേരിട്ട് വിമർശിച്ചുകൊണ്ട് ഈ മംദാനി ഇപ്പോൾ സ്വീകാരനായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഈ പറയുന്ന ജൂത വിഭാഗത്തിൽ തന്നെ ഒരു കൂട്ടരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട് എന്നാണ്. നമുക്കെന്തായാലും ആ വഴിക്ക് പോകണ്ട. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, VS നിശബ്ദനായ ഒരു കാലം 2019 മുതൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചാൽ എങ്ങനെ ശരിയാകും? അത് അനാരോഗ്യത്തിൻ്റെ ആനുകൂല്യം നൽകാം. പക്ഷേ അതിനു മുൻപ് തന്നെ ശ്രീ ഉമേഷ് ബാബു അടക്കമുള്ളവർ, അല്ലെങ്കിൽ താങ്കൾ അടക്കമുള്ളവർ വളരെ സജീവമായി VS-യുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ വിഭാഗീയതയുടെ കാലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ നടത്തുമ്പോഴൊക്കെ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടി വിട്ടുവരേണ്ടതുണ്ട് എന്ന തരത്തിൽ പോലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ VS-യുമായി ബന്ധപ്പെട്ടിരുന്നൊരു വിമർശനം VS പാർട്ടി വിട്ടു വരാതിരിക്കുന്നു എന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ VS-നൊപ്പം നിന്ന് ഒരുപാട് പേർ ബലികഴിക്കപ്പെട്ടു എന്നതും നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ VS-ന്റെ മൗനം യഥാർത്ഥത്തിൽ അനാരോഗ്യത്തിൻ്റെ ആനുകൂല്യം കൽപ്പിച്ചുകൊണ്ട് 2019 തൊട്ട് തുടങ്ങുന്ന ഒന്നാണോ? അതിന് മുൻപ് തന്നെ തുടങ്ങിയില്ലേ? അല്ല, ഈ അനാരോഗ്യത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ സർക്കാരിനോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന വിഷയത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടാണ്. പക്ഷേ VS-ന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുക, അദ്ദേഹം കർശനമായ നിലപാടുകളിലേക്ക് പോകേണ്ട സമയത്ത് അത് അവസാന നിമിഷം മാറിക്കളഞ്ഞെന്നുള്ളതാണ്. ഇത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അവസാന നിമിഷം അദ്ദേഹം പത്രസമ്മേളനം റദ്ദാക്കിയ വിഷയം പോലും ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ളത്, അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം വന്നത് TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ VS തീർച്ചയായും ആ സന്ദർഭത്തിൽ വളരെ ശക്തമായൊരു പൊസിഷൻ എടുക്കും എന്നാണ് കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും വിശ്വസിച്ചത്. ഇടതുപക്ഷക്കാർ മാത്രമല്ല. കാരണം ഈ ഒരു സംഭവത്തിൻ്റെ അനീതി, അതിൻ്റെ ഒരു നിഷ്ഠുരത, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ആ ഒരു സ്വഭാവം, ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നൈതികത പുലർത്തുന്ന ഒരാൾക്ക് പിന്നീട് ആ പാർട്ടിയിൽ
കാരണം ഈ മാഷായുള്ള സ്റ്റിക്കറുമായിട്ട് പോയിട്ടുള്ള ആളുകൾ ആരാണെന്ന് അന്നും ഇന്നും എല്ലാ കാലത്തും ആളുകൾക്ക് അറിയാം. അത് തലശ്ശേരിയിൽ നിന്ന് CPM വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ VS ഒരു ശക്തമായ പൊസിഷൻ എടുക്കും എന്നാണ് യഥാർത്ഥത്തിൽ കേരളം വിചാരിച്ചിരുന്നത്. പക്ഷേ VS അങ്ങനെയല്ല എടുത്തിട്ടുള്ളത്. അദ്ദേഹം വഞ്ചിയത്ത് പോയിട്ട് രമയെ കണ്ടു സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള നിർണായകമായ ഒരു സന്ദർഭത്തിൽ പോലും കർശനമായ നിലപാടെടുത്തുകൊണ്ട് പാർട്ടി സംവിധാനത്തിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുകയല്ല ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം അവസാന നിമിഷം പിൻവാങ്ങേണ്ടത്. അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ VSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 64 അത് ഇറങ്ങിപ്പോയ ഇതേ VS സത്യത്തിൽ ഈ സന്ദർഭത്തിൽ വീണ്ടും ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് VSനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വളരെ കരുത്തനായ പോരാളിയാണെങ്കിൽ പോലും ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള ഈ അധികാര ഘടനയോട് കുറേയൊക്കെ താല്പര്യവും പ്രതീക്ഷയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചത്. അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അത് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു സംഘർഷത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ എല്ലാ ആളുകളും VSനെതിരായിട്ട് അതിനിരന്തരമായി ഞാൻ നിൽക്കുന്നില്ലെന്ന്. പക്ഷേ കേരളത്തിൽ പാർട്ടി അണികൾ തന്നെ ശക്തമായിട്ട് രംഗത്ത് വന്നപ്പോഴാണ് പിന്നെ ആ തീരുമാനം പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ VSന് സ്വാധീനമുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, അണികൾക്കിടയിൽ അതിശക്തമായിട്ടുള്ള ജനസ്വാധീനമുണ്ടായിരുന്നു. ആ സ്വാധീനം യഥാർത്ഥത്തിൽ പാർട്ടിയെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് ശരിയായ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു സന്ദർഭം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സന്ദർഭം VS ഉപയോഗിച്ചിട്ടില്ല. ശ്രീ NV ബാലകൃഷ്ണൻ, അങ്ങനെ VS ഒത്തുതീർപ്പിലേക്ക് പോയി എന്ന വിമർശനം നേരിട്ട ചില സന്ദർഭങ്ങളാണ് ശ്രീ NP ചെക്കുട്ടി പറയുന്നത്. നാം മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ഈ അഭിപ്രായത്തോട് അങ്ങ് യോജിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടാതെ ഇപ്പോൾ പ്രത്യേകിച്ചും TPയുടെ വധമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു ഘട്ടം. ഈ TPയെ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടാകാതിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. പക്ഷെ പിന്നീട് ഈ RMP UDFന്റെ വാലായി എന്ന് പറയുന്ന മറ്റൊരു ഘട്ടവും വന്നു. ആ ഘട്ടത്തിൽ RMPയുടെ നേതാക്കന്മാരടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് VSന് വീണ്ടും PB സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് VS ഇങ്ങനൊരു നിലപാടെടുത്തത്, ഒരു മലക്കമറിച്ചിലാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് മലക്കമറിച്ചിലായിരുന്നോ, ഒത്തുതീർപ്പുകളായിരുന്നോ? അത് ഇപ്പോൾ VS അങ്ങനെ ഒത്തുതീർപ്പുകളിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിലൊരു ഭാഗികമായ ശരിയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സമ്മതിക്കാം. കാരണം VS ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. നിലവിലുള്ള സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായും നിലവിലുള്ള സമൂഹം അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. പാർട്ടിയിൽ ദീർഘകാല ചരിത്രമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാ സംവിധാനം വഴി മാത്രമേ സോഷ്യലിസത്തിലേക്കും അതുപോലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിലേക്കും പോകാൻ പറ്റൂ എന്ന് ധരിച്ചിട്ടുള്ള ലോകത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അങ്ങനെയാണ് ആ കാര്യത്തെ കാണുന്നത്. ആ നിലയിൽ തന്നെയാണ് VS അതിനെ കണ്ടുകൊണ്ടിരുന്നത് എന്നതുകൊണ്ടാണ് VSന് അത്തരം ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് കടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായത് എന്ന് കരുതുന്ന ഒരാളെയാണ്. അക്കാലത്ത് തുടർച്ചയായി VSനോട് സംസാരിക്കാൻ അവസരം കിട്ടുകയും തുടർച്ചയായി VSനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. TP ചന്ദ്രശേഖരൻ ഒരു പാർട്ടി രൂപീകരിക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ അതിനോട് ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച ഒരാളാണ് ഞാൻ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ട് വിശേഷിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. അതേ സംഘടനാ സംവിധാനങ്ങളും അതേ രീതികളും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചാൽ അതേ പ്രവർത്തനങ്ങളും അതേ രീതികളൊക്കെ തന്നെയാണ് സംഘടിക്കപ്പെടാൻ സാധിക്കുക. അതിനപ്പുറത്തോട്ടുള്ള ഒരു ഭാവിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ പറഞ്ഞതിനർത്ഥം സോഷ്യലിസത്തിനോ കമ്മ്യൂണിസത്തിനോ ലോകത്തിൽ യാതൊരു പ്രസക്തിയില്ല എന്നല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. അവരൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹം വികസിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യലിസത്തിലേക്കാണ്. കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ സമൂഹത്തിന് വളരെ പ്രകടമാണ്. ന്യൂയോർക്കിൽ മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന് CPM എന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സംഘടനാ സംവിധാനങ്ങളെ നമുക്ക് ആ നിലയിൽ ആശ്രയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ വെച്ച് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാവുന്ന കാര്യമല്ല. ഇനി VSന്റെ ആ കാര്യത്തിലുള്ളൊരു നിലപാട്, ചന്ദ്രശേഖരൻ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ VS ഒരിക്കലും അതിന് ഇത് മൂളിയിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് VS പറഞ്ഞിട്ടില്ല. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ഓപ്ഷനേ എൻ്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് വീട്ടിലോട്ട് പോയിരിക്കുക, അല്ലെങ്കിൽ ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടിനെതിരായിട്ട് സമൂഹത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരായി പോരാടാൻ വേറൊരു പ്രസ്ഥാനം ഉണ്ടാക്കുക.
ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതില്ല. അത് മാത്രമല്ല, CPM എന്ന് വിട്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങളുടെ ഒരു തലമുറയുണ്ട്. അക്കാലത്ത് CPM-ന്റെ നേതൃസ്ഥാനത്ത് ഞാൻ CPM-ന്റെ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു, DYFയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഘടനാ രംഗത്തുണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങളോടൊക്കെ അന്ന് VS പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഓരോ പ്രദേശത്തെ സ്ഥിതിക്കനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കും. എനിക്ക് ആ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവരൂ, നിങ്ങൾക്ക് ഒന്ന് കൂടിയിട്ട് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കാം, അല്ലെങ്കിൽ വേറൊരു സംവിധാനത്തിലേക്ക് പോകാം എന്ന നിലയിൽ VS ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാൻ VS-ന് കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളും കാര്യങ്ങളാണ്. ഈ സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഈ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി ഈ കൊള്ളരുതായ്മകളെ ചെറുക്കാമെന്നൊരു പക്ഷേ അദ്ദേഹം കരുതിയിട്ടുണ്ടാവും. പക്ഷെ ലോകത്ത് ഒരിടത്തും അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നാണ് പ്രശ്നം. ആ പറഞ്ഞതിന് ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സോഷ്യലിസത്തിലേക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിലേക്കോ ഒന്നും തൊഴിലാളി വർഗ രാഷ്ട്രീയം വികസിക്കുന്നില്ല എന്നല്ല. അത് ശരിയല്ല. അത് പുതിയ ജനാധിപത്യ രൂപത്തിലുള്ള സംവിധാനങ്ങൾ, മനുഷ്യന്റെ ജനാധിപത്യ സമൂഹം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചുകൊണ്ടോ ഒന്നുമല്ല നാട്ടിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലാകെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂലധനത്തിന്റെ സാമൂഹിക ഉടമസ്ഥത എന്ന് പറയുന്നത് നമ്മളാരും അറിയാതെ മുതലാളിത്തത്തിനകത്ത് പോലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പുറകോട്ടൊന്നും പോകുന്നില്ല. വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരുപക്ഷെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ മുളപൊട്ടലുകൾ ലോകത്തിന്റെ നാനാഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിനെ സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ ഈ VS-ന്റെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഐസ്ക്രീം ഘട്ടം പറയുകയുണ്ടായി. അതിലൊരേ സമയം അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർ പൊള്ളലേറ്റ കാര്യം പറയുകയുണ്ടായി. അതുപോലെ തന്നെയായിരുന്നു ഈ പരിസ്ഥിതി സമരങ്ങൾ ഏറ്റെടുത്ത ഘട്ടവും VS-നെ സംബന്ധിച്ച് മതികെട്ടാനടക്കം ഉള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്ലാച്ചിമട, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമരങ്ങൾ ഏറ്റെടുക്കുന്ന ഘട്ടം നമുക്ക് ഓർമ്മയുള്ളതാണ്. അത് അവിടെ അവസാനിപ്പിക്കുന്നില്ല. അതിൻ്റെ ഈ ഒരു സമരം തുടങ്ങുക അല്ലെങ്കിൽ ഒരു സമരം ഏറ്റെടുക്കുക, രണ്ടും അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകണമെന്ന് എപ്പോഴും VS നിർബന്ധ ബുദ്ധി പ്രകടിപ്പിച്ചിട്ടില്ലേ? ആ രീതി എവിടെയെങ്കിലും പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ മതികെട്ടാനടക്കമുള്ള കാര്യങ്ങൾ വരുന്നു, അത് പിന്നെ മൂന്നാറിലേക്ക് വികസിക്കുന്നു. 2007 ഏതാണ്ട് 30 ദിവസം നീളുന്ന ആ പറയുന്ന മൂന്നാർ ദൗത്യം അത് 2ാം ഭൂപരിഷ്കരണം എന്നതിലേക്ക് വരെ എത്തിക്കുന്ന ഒരു മുന്നോട്ട് പോക്കായിരുന്നു. പാർട്ടി പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ് അതിവേഗത്തിൽ അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാൻ സുരേഷിനെ ഏൽപ്പിക്കുന്നതുമൊക്കെ. അതിപ്പോൾ ഇന്നിപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അല്ലേ? ഈ സ്മാർട്ട് സിറ്റിയുടെ ഒപ്പുവയ്ക്കുന്ന ദിവസം തന്നെ ഉച്ചവരെ ആ ഒപ്പുവയ്ക്കൽ വാർത്തയായിട്ട് നിന്നുവെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ആദ്യത്തെ റിസോർട്ട് ഇടിച്ചു പൊളിച്ച് താഴെയിട്ടു. പിന്നീട് കേരളം കാണുന്നത് ആ വലിയ മുന്നേറ്റമാണ്. പിന്നെ ഈ പറയുന്ന പ്ലാച്ചിമട ഒരു സമരമേറ്റെടുക്കൽ മാത്രമായിരുന്നില്ല VS ചെയ്തത്. അതിൽ ഈ കോള കമ്പനിയുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം വേണമെന്ന നിലപാടിലേക്ക് എത്തുന്നു. ഏതാണ്ട് 200 കോടിയോളമാണ് ആ കമ്പനി നൽകേണ്ടത് എന്ന് അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തിയത് രേഖാമൂലമാക്കുന്നു. ഒരു ട്രൈബ്യൂണൽ ആലോചിക്കുന്നു, അത് കൊണ്ടുവരേണ്ടതുണ്ട്, അതിന് നിയമനിർമ്മാണം വേണം, അങ്ങനെ നിയമം പാസ്സാക്കുന്നു, അത് കേന്ദ്ര സർക്കാരിന് അയക്കുന്നു. ദൗർഭാഗ്യമെന്നവരുടെ ശ്രീ CPM ഉണ്ടാക്കാൻ മറുപടി പറയേണ്ട ഒരു കാര്യവുമാണത്. അന്ന് UPA സർക്കാരാണ് അത് അട്ടത്ത് വയ്ക്കുകയും ചെയ്യുന്നു അവർ. അപ്പോൾ സമരങ്ങൾ സ്വന്തമായി സമരമുഖങ്ങൾ തുറക്കുന്നു, ചില സമരങ്ങൾ ഏറ്റെടുക്കുന്നു, പക്ഷെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോവുക, അത് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഇതെല്ലാം ചെയ്യുക എന്ന VS-ന്റെ ഒരു സ്വത്വമുണ്ടല്ലോ. അത് അന്നൊന്നും ഏറ്റെടുക്കാത്ത അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഇന്ന് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിലൊരു ഭാഗം ഞാൻ വായിച്ചിട്ട് അങ്ങയുടെ മറുപടിയിലേക്ക് വരാം. കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയി പരിസ്ഥിതി, മനുഷ്യാവകാശം, സ്ത്രീ സമത്വം തുടങ്ങിയ വിവിധങ്ങളായ മേഖലകളിൽ VS വ്യാപരിച്ചു. ഇതെപ്പോഴെങ്കിലും പിണറായി അംഗീകരിച്ചിട്ടുള്ള ഒന്നാണോ? അംഗീകരിച്ചത് അനവസരത്തിലായോ? ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഏറ്റെടുക്കലിൻ്റെ ഒരു തുടർച്ചയാണ് താൻ എന്ന് പിണറായിക്ക് പറയാൻ കഴിയുന്ന ഒരു സമര സന്ദർഭമുണ്ടോ? അല്ല, ഒരിക്കലും VS-ന്റെ ഒരു രാഷ്ട്രീയ പൈതൃകം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളും പറയും എന്നെനിക്ക് തോന്നുന്നില്ല. പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കുറിപ്പിറക്കുന്നതിന് പാർട്ടി എഴുതി കൊടുത്തിരിക്കുന്ന ഒരു വാചകത്തിൽ ഒപ്പുവെക്കുക എന്നതിനപ്പുറം എന്തെങ്കിലും അതിലുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. പക്ഷേ വേണു ഉയർത്തിയ പ്രശ്നങ്ങളൊക്കെ കൂടി ചേർത്ത് VS-ന്റെ ഒരു നിലപാട് ഇതിക്ക് മുമ്പ് ചർച്ച എല്ലാവരൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് പല കാലഘട്ടങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാകുകയും അത് പലതായിട്ട് വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിഭജിച്ച് പോയ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം
പലപ്പോഴും വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുള്ളവരായിരുന്നു. അവർക്ക് വ്യക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമുള്ളവരായിരുന്നു. പക്ഷേ അങ്ങനെ പിരിഞ്ഞുപോയവർ പിന്നീട് നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെയും സ്വത്വ സ്വഭാവത്തിന്റെയും ഉടമകളായി വളരുകയോ വികസിക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല. അത് നമ്മുടെ മുന്നിലുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം നമ്മളെക്കാൾ എത്രയോ ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് അറിയാം പാർട്ടിക്കകത്ത് നടത്തുന്ന കലാപങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ അതിന് തുടർച്ച ഉണ്ടാകുന്നത്. വേണു പറഞ്ഞതുപോലെയുള്ള എല്ലാ സമരങ്ങളും എടുത്താൽ അതിനൊക്കെ തുടർച്ചയോട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരിക്കുന്ന സമയത്ത് മാത്രമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അതിശക്തമായിട്ട് അദ്ദേഹം പാർട്ടി സംവിധാനത്തിനോട് കലഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇനി പോകാൻ പാടില്ല എന്ന് കരുതപ്പെടുന്ന ഒരു മുഹൂർത്തം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിനോട് വിധേയത്വം പുലർത്തുകയാണ് ചെയ്തത്. അത് വിധേയത്വമാണ്, കീഴടങ്ങലാണ് എന്നല്ല നമ്മൾ കരുതേണ്ടത്. അത് ആ സമയത്ത് എടുക്കേണ്ടതായ യുദ്ധതന്ത്രത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കൽ മൂവായിട്ട് നമുക്കതിനെ തിരിച്ചറിയാനായിട്ട് കഴിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് VS എന്തുകൊണ്ട് ഇത്തരത്തിലായിട്ടുള്ള സമരങ്ങൾ അതെല്ലാം നടത്തിയതിനു ശേഷം നമുക്കറിയാലോ, കൂടംകുളത്തേക്ക് അദ്ദേഹം പോകുന്നത് നമുക്കറിയാം. പാർട്ടി പറഞ്ഞതിന് എതിരായിട്ട് തന്നെ അദ്ദേഹം നീങ്ങുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ വഴിയിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകുകയല്ലേ ചെയ്യുന്നത്. തിരിച്ച് പാർട്ടിയിലേക്ക് വരേണ്ടതുണ്ടെന്നും ഈ പാർട്ടി തന്നെയാണ് ഇതിന് ഉപകരണമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതെന്നും മനസ്സിലാക്കപ്പെട്ട ഒരു പ്രത്യേക സവിശേഷത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വിമതത്വത്തെയും വിധേയത്വത്തെയും ഒരുമിച്ച് സങ്കലനം ചെയ്ത് എങ്ങനെ നിലവിലുള്ളതായിട്ടുള്ള പാർട്ടി ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് തനിക്ക് കഴിയുന്നതായിട്ടുള്ള തിരുത്തലുകൾ നടത്താനായിട്ട് കഴിയും, അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് പാർട്ടിയെയും പാർട്ടി പുറത്തുള്ളവരെയും അവരുടെ ശ്രദ്ധ തിരിപ്പിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏകോപനം അത് വളരെ കൃത്യമായിട്ട് VS നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾക്ക് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള ആലപ്പുഴയിലേക്കുള്ള സഞ്ചാരത്തിൽ നിങ്ങൾ പറയുന്ന പോലെയുള്ള അണപൊട്ടി ഒഴുകുന്നതായിട്ടുള്ള ആൾക്കൂട്ടത്തെ കാണാനായിട്ട് കഴിയുന്നത് കൊണ്ട്. അതല്ലാതെ അദ്ദേഹം ചെക്കുട്ടി പറഞ്ഞതുപോലെ ഇറങ്ങി പുറത്തു വന്നിരുന്നെങ്കിൽ ഈ ആൾക്കൂട്ടങ്ങളൊന്നും അന്ന് ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു, പിന്നീട് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് MVRന്റെയും അതേപോലെ KR ഗൗരിയുടെയും ഒക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ചരിത്രങ്ങളും മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രാഥമികമായിട്ടുള്ള പഠന പാഠം കൂടിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആരോടും അത് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം VS അച്യുതാനന്ദൻ കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മനസ്സിലാക്കാനും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ടുള്ള ഒരു ഹെജിമണി അവർക്കില്ല എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. MA ബേബിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള CPI കൊണ്ട് കൃത്യമായിട്ടത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പൊസിഷൻ എടുക്കാനായിട്ട് കഴിയണമെങ്കിൽ നമുക്ക് പാർട്ടിയിൽ ഉറച്ച വേരുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വേരുകൾ അറ്റുപോകുന്നത് വരെ നോക്കി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അത് അറ്റുപോകാറാകുന്ന സമയത്ത് അറ്റുപോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോരാട്ടം തുടരില്ല. ഇങ്ങനെ നടത്താനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. അത് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് VSന്റെ വലിയ പാഠമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവരും പുറത്ത് പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ CP ജോൺ, ഇവിടെ ഇപ്പോ MVRന്റെ സ്ഥിതി എന്തായി, KR ഗൗരിയമ്മയുടെ സ്ഥിതി എന്തായി എന്ന് ശ്രീ പിയേഴ്സൺ പറഞ്ഞാൽ അങ്ങ് മറുപടി പറയുമെന്ന് ഞാൻ കരുതുന്നു. അത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി ശ്രീ CP ജോൺ, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അന്ന് നിങ്ങൾക്കെതിരെ വന്നത് അതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമെന്നാണ്. ഇൻഫോ പാർക്ക് അടക്കമാണ് വിട്ടുകൊടുക്കാൻ ആലോചിച്ചത്. ശക്തമായ VSന്റെ നിലപാട് കൊണ്ടാണ് മറ്റൊരു രൂപത്തിലേക്ക് അത് പോയത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ IT-യുടെ മറവിലൊരു വലിയ ഭൂമി കച്ചവടം, ഒരു വലിയ കുംഭകോണം, അങ്ങനെ ഒരു വലിയ പിഴവ് UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലേ? പിന്നീട് VS വരുമ്പോൾ അത് തിരുത്തുന്നു എന്ന് മാത്രമല്ല, വികേന്ദ്രീകൃത IT പാർക്കുകളിലേക്ക് കൂടെ കടക്കുകയാണ് VS. അതൊക്കെ വളരെ അസാധാരണമായ രീതികൾ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നിങ്ങൾ ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്ന വൻകിട വികസന പദ്ധതികളുണ്ടല്ലോ, ഇടതുപക്ഷത്തിന് കർത്തൃത്വം അവകാശപ്പെടാൻ കഴിയാത്തത് എന്ന് പറയുന്നത്, ഇപ്പോൾ കൊച്ചി മെട്രോ ആയാലും വിഴിഞ്ഞമായാലും ഒക്കെ, അതിനിന്നിപ്പോൾ AK ആന്റണി തന്നെ സാക്ഷ്യപത്രം നൽകുന്നു. VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാൻ അദ്ദേഹം എത്രമാത്രം താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി എന്ന്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ AK ആന്റണി പറയുകയായിരുന്നു, ഡൽഹിയിൽ വന്ന് AK ആന്റണിയെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ
ഞാൻ കേരള ഹൗസിലേക്ക് വരാമെന്ന് എ കെ ആന്റണി പറയുന്നു എന്ന പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹം. മറ്റനുമതികൾ കിട്ടുന്നതിന് മുൻപ് സ്വന്തം വകുപ്പിന് അനുമതി വി എസുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് നൽകുന്നു. പക്ഷെ അത് മുന്നോട്ട് പോയില്ല എന്നത് നമുക്കറിയുന്നതുമാണ്. അപ്പോൾ എവിടെയാണ് വി എസ് വികസന വിരോധിയാകുന്നത്? എവിടെയാണ് അദ്ദേഹം തിരുത്തിയ കൂട്ടത്തിൽ ആ പട്ടികയിൽ നിങ്ങളും ഉൾപ്പെടുന്നത്? ഞാനൊരു കാര്യം, ഞാനിപ്പോൾ ഒരു ശ്രോതാവായിട്ടാണ് ഇപ്പോൾ കൂടുതലിരിക്കുന്നത് ഇവിടെ. ഞാൻ ഇന്നത്തെ രാത്രി വി എസിൻ്റെ ഗവൺമെൻറ് എടുത്ത ഭരണപരമായ നടപടികളെ ഇഴകേറി പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പരിശോധിക്കേണ്ട ദിവസങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ജനക്കൂട്ടത്തിനിടയിൽ കൂടെ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എത്താൻ പോകുന്നില്ല, ഇന്ന് രാത്രി ഇന്ന് എത്താൻ പോകുന്നില്ല. അങ്ങനെയുള്ളൊരു ജനക്കൂട്ടം അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഇത്ര നമ്പർ ഫയൽ എന്താണ് ഇങ്ങനെ പോയത്, വേറെ ഫയൽ എന്താണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള അങ്ങയുടെ ചോദ്യം അങ്ങേറ്റ അനവസരത്തിലുള്ളതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സ്മാർട്ട് സിറ്റി ആവട്ടെ, വിഴിഞ്ഞം തുറമുഖമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനൊക്കെ ഒരുപാട് സമയം ഇനി ബാക്കിയുണ്ടല്ലോ. അല്ലെങ്കിൽ അത് ചരിത്രത്തിൻ്റെ ഭരണചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊന്നും ഇന്ന് രാത്രി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും ഇനി മേലിലും ഈ ചർച്ചയിൽ എന്നോട് ചോദിക്കേണ്ടതില്ല. മറിച്ച് പിയേഴ്സൺ അങ്ങനൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. നിങ്ങൾക്ക് ഒരു കലാപകാരിയാവാൻ കഴിയുമോ അതോ നിങ്ങൾക്ക് ഒരു റിബലാവാൻ കഴിയുമോ എന്നുള്ളതാണ്. റിബലുകൾ എപ്പോഴും ട്രാജഡിയെ നേരിടാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഹീറോ എപ്പോഴും ട്രാജഡിയുടെ കൂട്ടുകാരനാണ്. ഗ്രീക്ക് ട്രാജഡികളിൽ ഒരു ഹീറോയെ സൃഷ്ടിക്കാൻ ഒരു ട്രാജഡി അനിവാര്യമാണ്. അപ്പോൾ അതൊരു ട്രാജഡികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആളുകൾ അവർ യഥാർത്ഥ ഹീറോകളാണെന്ന് ഞാൻ വി എസിൻ്റെ കാര്യം പറഞ്ഞു വേണ്ടിയിട്ടല്ല, ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ വ്യക്തികൾ, ഞാൻ ഒരാളുടെ പേരൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ പോരാട്ടത്തിൻ്റെ ഫലമായി അവർക്ക് സമൂഹത്തിൻ്റെ പുറത്തേക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പുറത്തേക്ക് നടക്കലുകളൊക്കെ വിജയമാണ് എന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. MBR മലബാറിലെ ഒരു നാടൻ ചൊല്ല് പറയാറുണ്ട്, അത് ഉമേഷ് ബാബുവിന് കേട്ടിട്ടുണ്ടാവും. 10,000 എന്നെ പുറത്താക്കിയ 10,000 ഞാൻ പുറത്താക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ തള്ളും എന്നാണ്, പുറത്താക്കുന്നല്ല. 10,000 എന്നെ തള്ളിയാൽ 10,000 ഞാൻ തള്ളും എന്ന് പറഞ്ഞുകൊണ്ട് തല ഉയർത്തി നടന്നുപോയ ധീരന്മാരുണ്ട്. ആരുടെയും പേര് പറയുന്നില്ല. അതുകൊണ്ട് അതിലേതാണ് നിങ്ങളുടെ ഓപ്ഷൻ, ആ ഓപ്ഷൻ ഏതാണെന്ന് നമുക്കെടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ ഇന്ന് ഈ രാത്രി വി എസിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അതിൽ അതീവമായി ദുഃഖിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു ചർച്ചയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും വി എസിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. ഞാൻ വി എസിൻ്റെ കൂടെ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം മുകളിലത്തെ മുറി താമസിക്കുമ്പോൾ ഞങ്ങൾ AKG സെൻറ്ററിലെ ജനറൽ വാർഡിൽ കിടന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഒരു സംഘടനാപരമായ കടുത്ത ബന്ധം എനിക്ക് 6 വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, അദ്ദേഹം വലിയൊരു പരിധിവരെ റിലൻറ്റ്ലെസ്, വിട്ടുവീഴ്ച കൂടാത്ത ഒരു പോരാളിയായിരുന്നു പാർട്ടിക്കകത്തും പുറത്തും. പക്ഷെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ധരിച്ചത് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ശരി ചെയ്യുന്ന ഒരു അപ്പററ്റസാണ്, സ്റ്റാലിനിസ്റ്റ് അപ്പറസിന് തെറ്റുപറ്റാൻ പറ്റില്ല, ഇൻഫോളിബിൾ ആണ് എന്ന് അദ്ദേഹം കരുതി 96 വരെ. പക്ഷേ 96-ന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഈ അപ്പററ്റസ് അത്ര നല്ലതല്ല. ഉമേഷ് ബാബു പറഞ്ഞത് വളരെ പൊയറ്റിക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഗുരു ചെയ്തതുപോലെ, ശ്രീനാരായണ ഗുരു ചെയ്തതുപോലെ ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലെങ്കിലും പറഞ്ഞു കാണും. അദ്ദേഹത്തിന് മനസ്സിലായി ഈ അപ്പററ്റസ് അത്ര മഹാത്ഭുതമല്ല. നമ്മൾ മഹാത്ഭുതമെന്ന് ഞാനടക്കം കരുതിയ ഈ അപ്പററ്റസ് അതിനൊരുപാട് ന്യൂനതകളുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം അതിനെതിരെ പൊരുതി. അദ്ദേഹം എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല, അദ്ദേഹം കട്ടളപ്പടിയിൽ നിന്നോ പുറത്തേക്ക് കൽവച്ചൊന്നും ഇന്ന് ചരിത്രത്തിന് ബാധകമല്ല. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളത്, നഷ്ടങ്ങൾ സംഭവിച്ചാലും പരാജയങ്ങൾ, പ്രത്യേകിച്ച് 96-ലെ മാരാരിക്കുളം പരാജയം, ആ മാരാരിക്കുളം പരാജയം ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. തൻ്റെ പാർട്ടി അധികാരത്തിൽ വരികയാണ്, മുഖ്യമന്ത്രിയാവേണ്ട ആളാണ്, മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് MLA സ്ഥാനത്ത് പോലും ഇല്ലാതായിട്ടും ആ ഒരു മനുഷ്യൻ അതിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്നു. പിന്നെ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യമൊന്നും ശരിയാണോ എന്നൊന്നും നോക്കേണ്ട സമയം ഇപ്പോഴല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നത്, അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ നിന്നും അത്തരത്തിലുള്ളൊരു നിലപാടെടുത്തത്. സാധാരണ ഒരാൾ, ഒരു വ്യക്തി, ഒരു സാധാരണ വ്യക്തി പോലും 70 വയസ്സ്, ഞങ്ങളൊന്നും 70 ആയിട്ടില്ല, എൻ്റെ അടുത്തേക്ക് എത്താറായി,
70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമില്ല, ജീവിതമില്ല, പിന്നെ എന്താ പറയുക ഉമ്മർത്തിരിക്കുക എന്നുള്ളതാണ്. അതല്ല, 70 എനിക്ക് പ്രശ്നമല്ല. അദ്ദേഹം ധാരാളം രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പല സർജറികൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയം, എനിക്ക് എൻ്റെ മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തരം പൊളിറ്റിക്സ് കേരളത്തിൽ കൊണ്ടുവന്നു. അതുവരെ നമ്മൾ വെട്ടിനിരത്തലിൻ്റെ VS നെയാണ് കണ്ടതെങ്കിൽ പരിസ്ഥിതി സംരക്ഷകനായിട്ട് VS ട്രാൻസ്ഫോം ചെയ്തതാണ് നമ്മൾ കണ്ടത്. അന്ന് നമ്മൾ കാണുന്നത് എല്ലാ തരത്തിലുമുള്ള ചില ചെറിയ ചെറിയ എന്താ പറയുക കൃഷിക്കാരോട് പോലും വാഴ വെട്ടി അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ടല്ലോ. അതൊക്കെ ആ അദ്ദേഹത്തിന് ആ VS മറന്നു. VS ഒരു പുതിയ VS ആയി. അദ്ദേഹം മതികാട്ടാനിലേക്കും അതുപോലെ തന്നെ വലിയ വലിയ ചെങ്കുത്തായ പാറക്കെട്ടുകളിലേക്കും കയറി ചെന്നുകൊണ്ട് ആരാണ് ഇവിടെ ഭൂമി പിടിച്ചെടുത്തതെന്ന് ചോദിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള പിന്നീട് കൂടുതൽ ഇന്ന് പ്രത്യേകിച്ചും ഇന്ന് അമേരിക്കയിലെ വെള്ളപ്പൊക്കങ്ങൾ പോലും, മേയർ മാത്രമല്ല, വെള്ളപ്പൊക്കങ്ങൾ പോലും ഓർമ്മിപ്പിക്കുന്നത് പരിസ്ഥിതിക്കെതിരായിട്ടുള്ള മനുഷ്യന്റെ നീക്കമാണ്, അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ നേതൃത്വത്തിലുള്ള പിടിച്ചുപറിയാണ്. അതിനെതിരെ പ്രതികരിക്കാൻ ഒരു കാലത്ത് കവികളുണ്ടായിരുന്നു. ഭരിക്കുന്നതാരാണ്? മതികെട്ടാൻ എന്ന് പറയുന്ന ഭൂമി ഒരു ഏറ്റെടുക്കപ്പെട്ടു, അത് അന്യാധീനപ്പെടുന്നു, അത് വീണ്ടെടുക്കാനുള്ള സമരത്തിലേക്ക് പോകുമ്പോൾ അതിന് സൗകര്യപ്രദമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. പ്രശ്നമേ അല്ല. ഞാൻ VS-നെ താങ്കൾക്ക് വളരെയധികം തെറ്റായ രീതിയിലാണ് താങ്കൾ ഈ ചർച്ച നയിക്കുന്നത് എന്നുള്ളത് പറയുന്നതിന് അതിൽ ഖേദമുണ്ട്. UDF സർക്കാരിനെ ബാധിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ മറുപടി പറയുന്ന അഭിപ്രായം എനിക്ക് വിലയിരുത്തുമ്പോൾ നിങ്ങൾ LDF UDF-ലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. LDF UDF-ലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. മരിച്ചു കിടക്കുന്ന VS UDF ഉള്ള സമയത്തും ഉമേഷ് ബാബു ഇവിടെ ഇപ്പോ ചെക്കുട്ടി പറയുകയുണ്ടായി ഒത്തുതീർപ്പുകളിലേക്ക് പോയി വിട്ടുവരണമായിരുന്നുവെന്ന്. ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന 2 സന്ദർഭങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഒന്ന് ഈ TP-യുമായി ബന്ധപ്പെട്ട ആ സംഭവമാണ്. അന്ന് 8:30 ഉറങ്ങാൻ കിടക്കുന്ന അദ്ദേഹം അന്നത് തെറ്റിച്ചു. എന്തിനാണ് സഖാവിന് ഈ അധികാരം? കൂടെയുള്ളവർ ചോദിച്ചു. TP-യുടെ കൊലപാതകം അവരെ അത്രയേറെ മുറിവേൽപ്പിച്ചിരുന്നു. പിന്നെ കോട്സാണ്, യുവത്വം വിട്ടുമാറാത്ത നിങ്ങൾക്ക് 90 കഴിഞ്ഞ എൻ്റെ മാനസികാവസ്ഥ അറിയില്ല. ഓരോ യാത്രയിലും എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഹേമം തട്ടുന്നുണ്ടെന്നറിയാമോ? പാർട്ടിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരിടമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കില്ലായിരുന്നു. ഇനി വേണമെങ്കിൽ അവരെന്നെ പുറത്താക്കിക്കോട്ടെ. ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാനാകൂ. ഇത് TP-യുടെ വധവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണ്. ഇനി അടുത്തത് 2015 ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സന്ദർഭം. കുറച്ചു കഴിഞ്ഞ് VS മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. കട്ടിലിൽ കിടന്നുറങ്ങിയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു മുഖത്ത്. ലുങ്കിയും ബനിയനും ഇട്ട് കസേരയിലിരുന്ന് VS പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് പോന്നു. പ്രകാശ് കാരാട്ട് സംസാരിച്ചില്ലേ എന്നായി അവിടെ ഉണ്ടായിരുന്നവർ. സംസാരിച്ചു. ഞാൻ നൽകിയ കത്തിൽ എന്താണ് തീരുമാനമെന്നാണ് ചോദിച്ചത്. PB ചേരണമെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ PB-യും കൂടിയിരിക്കെ എന്ന് പറഞ്ഞ് ഞാനിങ്ങു പോന്നു. അപ്പോൾ ശ്രീ ഉമേഷ് ബാബു, വേണമെങ്കിൽ പാർട്ടി പുറത്താക്കിക്കോട്ടെ എന്ന അത്രയും കടുത്ത നിലപാടിലേക്ക് VS പോയ 2 സന്ദർഭങ്ങളല്ലേ ഇത്? അതുകൊണ്ട് ഒത്തുതീർപ്പ് വിട്ടുവീഴ്ച എന്ന രൂപത്തിൽ കാണേണ്ടതാണോ VS-നെ? കൂടാതെ പിയേഴ്സണും ശരിയായി പറഞ്ഞതുപോലെ വിമതത്വവും വിധേയത്വവും ഒരുപോലെ പ്രയോഗിച്ച ഒരാൾ എന്ന രൂപത്തിലല്ലേ VS കൂടുതൽ ശരിയാവുക? അല്ല, അതിൽ ഞാൻ പറയാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 2016 നമുക്കത് ബ്ലണ്ടായിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. 2011-16 കാലഘട്ടത്തില് പാർട്ടി വിട്ട് വേറൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് VS പല കുറി ആലോചിച്ചായിട്ട് എനിക്ക് നേരിട്ടറിയാം. അതിന് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ, VS-ന്റെ പിറകിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിറകിൽ ആരുമില്ല. ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുള്ള, പ്രധാനമായിട്ടും വേണു മാതൃഭൂമിയാണ് ആശ്രയിക്കുന്നത്, ഈ പത്രത്തിൽ വന്നിട്ടുള്ളത് പലതും VS-ന്റെ ഓഫീസിലുണ്ടായിരുന്ന കുറെ ആളുകൾ പറഞ്ഞു കൊടുത്ത വിവരങ്ങളാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രശ്നമുണ്ട്. VS-നെ ചുറ്റി നിന്നിരുന്ന കുറച്ചധികം ആളുകൾ VS-ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, VS-ന്റെ തീരുമാനങ്ങൾക്കും മറ്റും. ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നതാണ്. അന്ന് VS-ന്റെ വിശ്വസ്തൻ എന്ന് പറഞ്ഞിട്ട് അവരെ ചുറ്റും നിന്നിട്ട് പിന്നീട് നടപടിയെടുത്ത് പിണറായി വിജയൻ പുറത്താക്കിയ പലരും ഇപ്പോ ഈ പാർട്ടിയുടെ കാല് പിടിച്ചിട്ട് അതിന്റെ തിണ്ണയിൽ ഇരുന്നിട്ട് കെഞ്ചുന്ന ചിത്രം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. അവർക്ക് VS-ന്റെ പൊളിറ്റിക്സിനോട്
വി എസിന്റെ മനുഷ്യനോടുള്ള സമ്പൂർണമായ കൂറിനോട്, പാർട്ടി കൂറല്ല വി എസിനെ 96 മുതലങ്ങ് നയിച്ചത്, ജനങ്ങളോടുള്ള കൂറ് മാത്രമാണ്. എത്രയോ സന്ദർഭങ്ങൾ ഞാൻ അതാണ് ജോണ് പറഞ്ഞ മാതിരി സ്വകാര്യമായ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല, എപ്പോഴെങ്കിലും പറയേണ്ടി വന്നാൽ പറയാം. അപ്പോൾ അത് വി എസിന് സമ്പൂർണ്ണമായിട്ടും ജനങ്ങളോട് മാത്രമേ കൂറൂ. അതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ നെയ്യാറ്റിൻകര ഇലക്ഷൻ നടക്കുന്ന ദിവസം കൊഞ്ചിയത്ത് വന്നത്. കാരണം നെയ്യാറ്റിൻകര ഇലക്ഷൻ നശിച്ചു പോയാലും ഇന്ന് ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കുകയാണ് തന്റെ നിലപാടെന്ന്, അതിൽ നിന്നും അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് കുറേ ആളുകൾ ശ്രമിച്ചതായിട്ട് എനിക്കറിയാം. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് വി എസിന്റെ കാര്യം ഞാൻ ഇത്രയേ കാണുന്നു. അത് മാത്രമല്ല, വി എസ് എപ്പോഴും ഈ പാർട്ടിക്കകത്ത് ഒറ്റയാനായിട്ടാണ് നിന്നിരുന്നത്. ഒറ്റയാൻ. കാരണം ഞാൻ കണ്ട ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഞാൻ പറയാം. EMS-ഉം വി എസും ഒന്നിച്ചു പങ്കെടുത്തിരുന്ന ചില യോഗങ്ങളിൽ ഞാൻ പങ്കെടുക്കാൻ ഇടവന്നിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ടൊരു ദൃശ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് ഇന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ സാധനത്തിൽ എഴുതിയിട്ടുണ്ട്. ആദ്യം EMS വരിക, EMS വന്നിട്ട് അവിടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോഴേ വി എസ് വരൂ. വി എസ് വന്നിട്ട് EMS-ൽ നിന്ന് വളരെ അകന്നിരിക്കും. അവിടെ സംസാരിക്കുമ്പോൾ EMS ആണ് ആദ്യം സംസാരിക്കുക, ബാക്കി സംസാരിക്കുന്നവരൊക്കെ EMS-ന്റെ ചുവട് പിടിച്ചാൽ സംസാരിക്കുക. പക്ഷെ വി എസ് EMS-നെ സ്പർശിക്കാതെ സ്വന്തമായിട്ടാണ് സംസാരിക്കുക. ഇതാണ് വി എസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് CPM-നകത്ത് നിന്ന് ഈ പൊസിഷൻ എടുക്കാൻ പറ്റിയത്. പക്ഷെ വി എസിന്റെ ആകുലതകൾ വളരെ കൃത്യമായിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും പുറത്തിറങ്ങണം തീരുമാനിച്ചിട്ട് വി എസിന്റെ ഏറ്റവും വലിയ ആകുലത, വി എസിന് അത്രയും വയസ്സായി. വി എസ് ഒറ്റയ്ക്ക് ഇത് ഒരു പാർട്ടി ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനത് പറയുന്നില്ല എപ്പോഴാണ്. പക്ഷെ എന്താ സംഭവം ചോദിച്ചാൽ, ഈ ആരോഗ്യവും ഈ പ്രായവും വിലക്കുന്ന വി എസിന് പിറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ചുറ്റും ആളാണ്, നിറയെ ആളാണ്, വലിയ വലിയ ആളുകളാണ്. അവർ ഇന്നലെ മുതൽ പറയുന്ന ബഡായികൾ ഞാൻ ടെലിവിഷൻ ചാനലുകളും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വസ്തനായ ഒരാളെ, ഒരു നേതാവിനെ, രണ്ടാം നിര നേതാവിനെ അദ്ദേഹത്തിന്റെ പിറകിൽ കാണാനില്ല. അതായിരുന്നു വി എസിന്റെ തടസ്സം. എന്ത് ചെയ്യും അങ്ങനെ ഒരു മനുഷ്യൻ? നമ്മൾ എന്ത് ചെയ്യും? നേരം ജോഡ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാ പ്രധാനപ്പെട്ട കാര്യം എന്നറിയാം? 70 വയസ്സിന് ശേഷമാണ് വി എസ് തുറന്ന യുദ്ധങ്ങൾക്ക് പുറപ്പെട്ടത്. എനിക്കും 70 വയസ്സായിട്ടില്ല. 70 വയസ്സാകുമ്പോൾ നമ്മുടെയൊക്കെ സാഹചര്യം എന്താവും? അതാണ് കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഞാൻ ടിവികളിൽ, ടെലിവിഷൻ ചാനലുകളിലെങ്കിലും ഈ രാത്രികൾ ചെലവഴിച്ചിട്ട് ഇത് പറയുന്നുണ്ട്. 70 വയസ്സായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടറിയേണ്ടതാണ്. അപ്പോൾ വി എസ് ജനങ്ങൾക്ക് 96-ൽ വി എസ് ജനത ഒറ്റ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 96-ലെ പരാജയത്തിന് ശേഷം വി എസിന്റെ കൂറ് കേരളത്തിലെ ജനങ്ങളോടാണ്, പാർട്ടി അണികളോടല്ല, ജനങ്ങളോടാണ്. അതാണ് അദ്ദേഹം മതികെട്ടാൻ തൊട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ദൃശ്യവൽക്കരിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം പ്രതിഷേധത്തിന്റെ ഒരാൾ രൂപമായിട്ട് കേരളത്തിന് മുമ്പിൽ വന്നത്. പ്രതിഷേധത്തിന്റെ മാത്രമാണ്. ശരി, ശ്രീ NP ചെക്കുട്ടി, അങ്ങ് ആണ് വളരെ ശക്തമായി പറഞ്ഞത് വി എസ് ഇറങ്ങി വരേണ്ട സാഹചര്യത്തിൽ വി എസ് ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്. ഈ രണ്ട് സന്ദർഭങ്ങൾ, അത് ശ്രീ ഉമേഷ് ബാബു പറഞ്ഞതുപോലെ ഒരു മാധ്യമ റിപ്പോർട്ടാണ്, അദ്ദേഹത്തിന്റെ കോട്ടറി ഇപ്പോൾ കൊടുത്തിട്ടുള്ള വിവരങ്ങളാകാം, അതിന്റെ വിശ്വാസം എത്രത്തോളമാണെന്ന് അറിയില്ല. പക്ഷേ അപ്പോഴും പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ വന്നതിനെ ആധാരമാക്കേണ്ടല്ലോ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, ഈ രണ്ട് സന്ദർഭങ്ങൾ അങ്ങ് ചൂണ്ടിക്കാട്ടിയ അതേ സ്വഭാവമുള്ള വി എസിനെ തന്നെയാണോ കാണുന്നത്? അല്ല, വി എസിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അദ്ദേഹം ആ നിർണായകമായ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് മടിച്ചു നിന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം 70-ാം വയസ്സിൽ റെസിസ്റ്റൻസ് തുടങ്ങിയാലും ശരി, അദ്ദേഹം എല്ലാ കാലത്തും ആ റെസിസ്റ്റൻസിൻ്റെ പൊളിറ്റിക്സ് നിരന്തരം നിലനിർത്തിയ ആളാണ്. അല്ലെങ്കിൽ അദ്ദേഹം 64-ൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ട കാര്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ഒരു എന്താ പറയുക വിധേയത്വം എന്ന് പറയുന്നത് പിയേഴ്സൺ പറയുന്ന മാതിരി ഇപ്പോൾ 2025 ഉണ്ടാകുന്ന സംഗതിയല്ല, മറിച്ച് 60-കളിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റവും സജീവമായിട്ട് ഏറ്റവും നിർണായകമായി നിൽക്കുന്ന കാലത്ത് ആ പാർട്ടി സംവിധാനത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തു വന്ന ആൾ അന്ന് ആ വിധേയത്വം കാണിച്ചിട്ടില്ലല്ലോ. അന്ന് ഈ വിധേയത്വമാണ്, പാർട്ടിയോടുള്ള വിധേയത്വമാണ് പ്രധാനമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ലല്ലോ. മറിച്ച് പാർട്ടിയെ തിരുത്തേണ്ട സന്ദർഭത്തിൽ പുറത്തിറങ്ങി തിരുത്താനല്ലേ അദ്ദേഹം തയ്യാറായത്. പിന്നീട് CPM ഒരു മഹാശക്തിയാവും എന്നുള്ളതൊന്നും ഇറങ്ങുന്ന സമയത്ത് അറിയില്ല. അപ്പം അതുകൊണ്ട് വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ 96-ലെ ഈ മാരാരിക്കുളം സംഭവത്തിന് ശേഷം പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയതിന് ശേഷം പിന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അദ്ദേഹം പുറത്താക്കിയ സന്ദർഭത്തിൽ രണ്ടുപേരെ പുറത്താക്കി, ഒരാൾ തിരിച്ചു കയറ്റി, വി എസിനെ തിരിച്ചു
കയറ്റിയില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ആ തരത്തിലുള്ള ഓരോ സന്ദർഭങ്ങളിലും വി എസിനെ സൈഡ് ലൈൻ ചെയ്യുന്ന അന്തരീക്ഷത്തിൽ വി എസ് എന്ത് നിലപാടാണ് എടുക്കേണ്ടിയിരുന്നത്? അദ്ദേഹത്തിന് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ദിശാബോഗതി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു, ഒരു തിരുത്തൽ നടത്താൻ കഴിയുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നുള്ള ഈ നിയോ ലിബറൽ സംവിധാനം അങ്ങനെ തുടരുമായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ആ സന്ദർഭത്തിൽ അദ്ദേഹം ആ നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ എൻ വി ബാലകൃഷ്ണനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ പിയേഴ്സണൊക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി, ഇങ്ങനെ പോയ ആളുകളെല്ലാവരും നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് ഇനിയിപ്പോൾ സ്വപ്നം കാണേണ്ട ഒരു പുതിയ അധ്യായമല്ല ഇത്. നമ്മുടെ മുന്നിൽ മുന്നനുഭവങ്ങളുണ്ട്. അത് എം വി രാഘവൻ്റെയും കെ ആർ ഗൗരിയമ്മയുടെയും ഒക്കെയാണ്. പിന്നെ ആർ എം പി പോലും UDF പാളയത്തിലാണ് നിൽക്കുന്നത് അതിജീവനത്തിന് വേണ്ടി. അപ്പോൾ വി എസ് അങ്ങനെ വലിയൊരു വിപ്ലവം നടത്തുകയായിരുന്നുവെങ്കിലും അത് രാഷ്ട്രീയമായൊരു നയവ്യതിയാനത്തിലേക്ക് ആത്യന്തികമായി പോകുമായിരുന്നില്ലേ? CPM ഇപ്പോൾ അവിടെ തന്നെ നിൽക്കുന്നത് വേണോ? ശ്രീ ജോൺ പറഞ്ഞോളൂ. കാര്യം പറയട്ടെ, ഈ CPM ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? അല്ല, നിങ്ങൾ ഈ പാളയം എന്നുള്ള വാക്കൊക്കെ ശ്രദ്ധിച്ചോണം ഉപയോഗിക്കാൻ, നന്നായില്ല അത്. പക്ഷേ ഇപ്പൊ CPM എവിടെ നിൽക്കുന്നത്? ഈ CPM-നും CPI-ക്കും RSPക്കും ഫോർവേഡ് ബ്ലോക്കിനും കൂടി ഒരു സീറ്റാണ് ഇന്ത്യയിലുള്ളത്. അതിപ്പോൾ ജയിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നുള്ളൊരു സീറ്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ള ആലത്തൂരിന്ന്. ബാക്കി എല്ലാ സീറ്റും ഈ പാളയത്തു നിന്നല്ലേ. CPM-ന്റെ രാജസ്ഥാൻ സെക്രട്ടറി നാട്ടിലെ MP ആയിട്ട് ജയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി. അതുപോലെ DMK-യുടെ 2 സീറ്റിൻ്റെ വെച്ചല്ലേ അവരുടെ പാർലമെൻ്ററി പാർട്ടി കൊണ്ട് 4 ആൾ ഇരിക്കുന്നത്. അപ്പോൾ CPM അടക്കം ഇവരെല്ലാം കരുതിയിൽ നിന്നും വളരെ മാറി ആ പൊളിറ്റിക്സിനോടൊന്നും പ്രതികരിക്കാൻ CPM-നാകെ മൊത്തത്തിലും CPM നേതാക്കൾക്ക് വ്യക്തിപരമായും സാധിച്ചിട്ടില്ല. പക്ഷേ അവരെല്ലാം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ ഞാൻ കുറച്ച് കാണുന്നില്ല. അതുകൊണ്ട് CPM എന്ന പാർട്ടി, സ്റ്റാലിനിസ്റ്റ് പാർട്ടി, ആ പാർട്ടി ചെന്നപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ഒരാശയക്കുഴപ്പം, അത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് മുതലുണ്ട്. ആ ആശയക്കുഴപ്പത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പോരാളിയായി പുറത്തു വരാൻ, അല്ലെങ്കിൽ പുറത്തു വരാൻ മീൻസ് രംഗത്ത് വരാൻ VS-ന് സാധിച്ചു. അദ്ദേഹം പാർട്ടി സമ്മേളനത്തിന് ഇറങ്ങിപ്പോയപ്പോൾ കാസർഗോഡ് ഞാൻ പ്രകടനം നടത്തി. അന്ന് CMB-യുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ജാഥ നടത്തിയ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉള്ള ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം VS-നോട് ചോദിച്ചു, ഇങ്ങനെ CMB-ക്കാർ കാസർഗോഡ് ഒരു ജാഥ നടത്തി, അതിനെക്കുറിച്ച് സഖാവ് എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. സാധാരണ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അവരൊന്നും എനിക്ക് സഹായത്തിന് വരണ്ട എന്ന് പറയാം. പക്ഷേ ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടോ അല്ലാത്ത അനുയായികളോട് ചോദിച്ചിട്ടോ അല്ല. VS ആലപ്പുഴയിൽ നിന്ന് പുന്നപ്പുറയ്ക്ക് പോയപ്പോൾ അത് കേരള രാഷ്ട്രീയ സംഘടനാ ചരിത്രത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാ ചരിത്രത്തിൽ അത്യപൂർവമായൊരു കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ VS-ന് മുൻതറ പ്രഖ്യാപിച്ച് അവിടെ പ്രകടനം നടത്തിയത് കാഞ്ഞങ്ങാട്. അപ്പം അത്തരത്തിൽ ഓരോ സന്ദർഭത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത്രേ പറ്റിയുള്ളൂ. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം മരിച്ചു കിടക്കുന്നു. ബാക്കിയുള്ള കാര്യം ജീവചരിത്രകാരന്മാർ തീരുമാനിക്കട്ടെ. ശരി ശ്രീ എൻ വി, CMB ഇങ്ങനെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, UDF സ്വാഗതം ചെയ്തിട്ടുണ്ട് അല്ലേ? കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ സ്വാഗതം ചെയ്യുന്നത് നാം കേട്ടിട്ടുള്ളതാണ്. RMP സ്വാഗതം ചെയ്തിട്ടുണ്ട്, ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്തിട്ടുണ്ട്. സ്വാഗതത്തിനൊന്നും കുറവില്ലായിരുന്നു. പക്ഷേ ആ സ്വാഗതം വേണ്ട എന്ന് വെക്കുന്ന VS-ന്റെ നിലപാട് അത് ഒത്തുതീർപ്പായിരുന്നോ? അത് ഒത്തുതീർപ്പായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അത് ഒത്തുതീർപ്പിൻ്റെ ഒരു പ്രശ്നമല്ല. നമ്മൾ ഈ പ്രശ്നങ്ങളെ എന്താ പറയുക, മാർക്സിസ്റ്റുകാരുടെ ഒരു ഭാഷയിൽ പറഞ്ഞ ആത്മനിഷ്ഠമായി മനസ്സിലാക്കുക എന്ന് പറയും. അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല എന്നതാണ് ഒരു പ്രശ്നം. നമ്മളതിനൊരു ഒരു ഒരു ഭൗതിക പശ്ചാത്തലത്തിൽ നോക്കി കാണണം. എന്നാൽ മാത്രമേ നമുക്കതിനൊരു പ്രശ്നം വരൂ. ഇപ്പോൾ നമ്മൾ പറയുന്നു വിധേയമാവുക, ആ പാർട്ടിക്ക് വിധേയമാവുന്നു എന്ന് പറയും. ഇപ്പോൾ ഒരു എന്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരേ സമയത്ത് വിധേയമാവുകയും അതേ സമയത്ത് കലാപം ചെയ്യുകയാണ്. ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരുത്തിന് മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ ഒരിക്കൽ നമ്മളിപ്പോൾ കേരളത്തിൽ എത്ര നേതാക്കന്മാരുണ്ട് ഒരിക്കൽ പോലും വിധേയമാവാതെ പോയിട്ടുള്ള ആളുകൾ വരുന്നു. നേരത്തെ ജോൺ പറഞ്ഞതുപോലെ ഞാൻ ഈ സമയത്ത് പറയുന്നില്ല, പാർട്ടിക്കകത്ത് വലിയ കലാപം ചെയ്തിട്ട് വെറുതെ വീട്ടിൽ പോയിരിക്കാൻ മാത്രം കഴിഞ്ഞ് ചീട്ട് കളിച്ചിരിക്കുകയോ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിപ്പോയ ആളുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതായത് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല എന്നതാണ് വസ്തുത. നമ്മളത് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ VS അച്യുതാനന്ദനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ലെങ്കിൽ MA ബേബി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറയുന്ന ഒരു അസംബന്ധമാണ്. അങ്ങനെ സാധ്യമല്ല. കാരണം എന്ന് വെച്ചാൽ ലോകത്തിലാകെ ഇത്തരത്തിലുള്ള വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തിരോഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
തിരോഭവിച്ചുകൊണ്ട് പല ലോകത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചിലതൊക്കെ വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വിപ്ലവത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നിട്ടുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് വിപ്ലവത്തിന്റെ പോയിട്ട് നേരത്തെ ജോൺ ചൂണ്ടിക്കാണിച്ച പോലെ പടവലങ്ങനെ വളർന്ന് യാതൊരു തരത്തിലും രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ലോകത്തിലാകെ ഇതുപോലുള്ള വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഈ ലെനിനിസ്റ്റ് സ്റ്റാലിനിസ്റ്റ് സംഘടനാ സംവിധാനങ്ങളുമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ തിരോഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ബംഗാളിൽ തിരോഭവിച്ചതാണ്, ത്രിപുരയിൽ പാരവച്ച ഒരു സംശയം വേണ്ട. അത്രയൊന്നും കാലം വരാതെ കേരളത്തിൽ അത് തിരോഭവിക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തടയുന്നതിന് വേണ്ടി VS ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടാൽ സാധിക്കുമായിരുന്നു ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഇതിനകത്ത് പുറത്ത് ഇറങ്ങി നിന്നാൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് പുറത്ത് ഇറങ്ങി നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. പുറത്ത് വന്നാൽ എന്തായാലും സംഭവിക്കാന്നില്ല. പക്ഷേ പുറത്ത് വരുന്നതാണ് രീതി എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ നിലയിൽ കാര്യങ്ങൾ കാണുന്നത് ശരിയായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ നിയോ ലിബറൽ രീതികളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശ്രീ NP ചെക്കുട്ടി. അവസാനമായി ശ്രീ NMP എഡ്സൺ, ഇവിടെ VSനെ പറ്റി എപ്പോഴും എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടിക്ക് അകത്തും പുറത്തുമൊക്കെ പ്രതിപക്ഷ ശബ്ദമായി നിന്നുവെന്ന്. ഈ ചർച്ചയിൽ ആദ്യഘട്ടം മുതൽ ശ്രീ ഉമേഷ് ബാബു ഊന്നുന്നൊരു കാര്യമുണ്ട്, ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം പാർട്ടിയെ മനസ്സുകൊണ്ട് VS വിട്ടു എന്ന്. പാർട്ടി അണികളെയല്ല ജനങ്ങളെയാണ് പിന്നീട് അദ്ദേഹം അണിനിരത്തിയതെന്ന്. എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ അതിന്. പാർട്ടിക്കകത്ത് ഉണ്ടാകേണ്ട ഉൾപാർട്ടി ജനാധിപത്യം അതില്ലാതെയായതോടെ പാർട്ടിക്ക് പുറത്തെ ജനാധിപത്യം അതിൻ്റെ സാധ്യതകളാണോ VS അത് സൂക്ഷ്മമായി വിനിയോഗിച്ചത്? അതുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ തിളങ്ങാൻ കഴിഞ്ഞത്? കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു പാർലമെൻ്ററി പാർട്ടി പദവിയായിരിക്കുമ്പോൾ തന്നെ അത് ഇടപെടുന്നത് തുറന്ന ജനാധിപത്യത്തോടാണ്, പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തോടല്ല. അപ്പോൾ അവിടെ അതില്ല എങ്കിൽ അതിൻ്റെ വിശാലമായ പുറത്തൊരു സ്ഥലമുണ്ട്. അങ്ങനെ പുറത്തെ ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ ഉൾക്കൊണ്ടതുകൊണ്ടാണോ VS കരുത്തുറ്റ പ്രതിപക്ഷ നേതാവായത്? ആ ശക്തിയാണോ അദ്ദേഹം, ആ ജനാധിപത്യത്തിൻ്റെ സ്വായത്തമാക്കിയ ശക്തിയാണോ അദ്ദേഹം പിന്നീട് പാർട്ടിക്കകത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതും? അല്ല, കോഴിക്കോട് സമ്മേളനം കഴിയുമ്പോൾ VS പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റം ചെയ്യപ്പെട്ടല്ലോ. ആ മാറ്റം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഉള്ള VS എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള ലെനിനിസ്റ്റ് ചട്ടക്കൂട് സംവിധാനങ്ങൾക്കനുസരിച്ച് പാർട്ടി പ്രവർത്തിക്കണമെന്ന് വാശി പിടിച്ച ഒരാളായിരുന്നു. എന്നുവെച്ചാൽ നമ്മളുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞ സ്റ്റാലിനിസ്റ്റ് ആയിരുന്നു, തർക്കമില്ല ആ കാര്യത്തിൽ. അത് കഴിഞ്ഞതിന് ശേഷം ആ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അദ്ദേഹം അതിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളല്ല, അതിൽ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും എന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഉയർന്നു വരുന്ന പുതിയൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. ആ വെല്ലുവിളിയെ കൃത്യമായിട്ടുള്ള രീതിയിൽ നേരിട്ട രീതികളാണ് നമ്മൾ ഇതിനുമൊക്കെ സംസാരിച്ചത്. ഇപ്പൊ ചെക്കുട്ടി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറ്റമില്ല 64 ഇറങ്ങുമ്പോൾ. 64 VS അതിന് നയിക്കുന്ന ഒരു നേതാവല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാവല്ല, നയിക്കുന്നവരുടെ ഒപ്പം ഇറങ്ങി വന്ന ഒരു നേതാവായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കണക്കാക്കേണ്ടത്. ഈ കേരളത്തിലെ ഈ സാഹചര്യം ഉയർന്നു വന്ന സമയത്ത് ആ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ്, അല്ലെങ്കിൽ താൻ എടുക്കുന്നതായിട്ടുള്ള തീരുമാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തന്റെ തന്നെ ചുമലിലാണ് എന്നറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴാണ് ഉമേഷ് ബാബു പറഞ്ഞ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ആളുകളെയും അവരുടെ ആത്മാർത്ഥതയും അവരുടെ കൂറിനെയും ഒക്കെ VS തൂക്കി നോക്കിയത്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും സമരാനുഭവങ്ങളിൽ നിന്നും ഈ അടുത്തിരിക്കുന്നവർ ആരാണെന്ന് മണത്തറിയാനായിട്ടുള്ള ശേഷിയൊക്കെ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അവരൊന്നും വരില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഇനി എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടരേണ്ടത് എന്ന അന്വേഷണമാണ് പുതിയ VSനെ നിർമ്മിക്കുന്നത്. അതിന് പല ഘടകങ്ങളും പല സഹായികളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ആത്യന്തികമായിട്ട് VSന്റെ അന്വേഷണമാണ് ആ രീതിയിൽ അദ്ദേഹത്തെ വളർത്തിയും വികസിപ്പിച്ചതും. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ NMP എഡ്സൺ, ശ്രീ CP ജോൺ, ശ്രീ KC ഉമേഷ് ബാബു, ശ്രീ NV ബാലകൃഷ്ണൻ, ശ്രീ NP ചെക്കുട്ടി.